ഹലോ എവ്രി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ 2 മാസം മുമ്പ് തുടങ്ങിയ നമ്മുടെ ഈ സക്സസ് സ്റ്റഡി സെന്റർ എന്ന് പറയുന്ന ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അതിനെല്ലാം കാരണം എനിക്കറിയാം നിങ്ങൾ മാത്രമാണ്. താങ്ക് യു സോ മച്ച്. അത് ഞാനിവിടെ പറയാതെ ഈ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, അതിൽ കൂടുതൽ സന്തോഷം, അതായത് മോണിറ്റൈസ് ആയതിൽ കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഇടുന്ന ചാനലിലെ അല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിലെ അതിന്റെ താഴെ വരുന്ന കമന്റ്സ് ആണ് അല്ലെ. അതിൽ ഓരോ കുട്ടികളും ചോദിക്കുന്നു, സാറേ ഇത് പഠിക്കണോ അത് പഠിക്കണോ, ഡൗട്ട്സ് ചോദിക്കുന്നതും വാട്സപ്പിൽ വന്നിട്ട് ഡൗട്ട് ചോദിക്കുന്നതും ഇതെല്ലാം എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അത്രയ്ക്കും പഠിക്കണോ എന്നുള്ള പിള്ളേരാണല്ലോ, പഠിക്കാൻ താല്പര്യമുള്ള പിള്ളേരാണല്ലോ എന്ന് ഞാൻ ഓർത്തു അല്ലെ. പക്ഷെ സത്യം പറയാൻ ഞാനൊന്നും ഇങ്ങനെ എന്താ പറയുക, +1 എല്ലാം പഠിച്ചപ്പോഴൊന്നും അല്ലെങ്കിൽ +2 ഒക്കെ പഠിച്ചപ്പോഴൊന്നും ഇങ്ങനെ വീഡിയോ ഒന്നും കണ്ടിട്ട് പഠിച്ചിട്ടില്ല. കാരണം നമ്മുടെ കയ്യിൽ ആ സമയത്ത് അങ്ങനത്തെ മൊബൈലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്തകൾ പോലും ഇല്ലായിരുന്നു പഠിക്കണം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത്രയും കുട്ടികൾ ഇതിനു വേണ്ടി തന്നെ മെനക്കെട്ട് പഠിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് അല്ലെ. ചിലരൊക്കെ പറയാറുണ്ട് നമ്മുടെ ഇപ്രാവശ്യം എത്രയോ A+ ആണ് കൂടുതൽ കിട്ടിയെന്നുള്ള, ഫോക്കസ് ഏരിയ വന്നു അതുകൊണ്ട് കുറെ ചുമ്മാ വാരിക്കോരി A+ ആണ് കൊടുക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് മനസ്സിലാവും, കാരണം പഠിപ്പിക്കുന്ന ഒരു സാർ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാവും, എന്താ പറയാ, ഇത്രയും കഷ്ടപ്പെട്ട്, അതായത് ക്ലാസ് ഇല്ലെങ്കിൽ പോലും ഒരു വട്ടം പോലും ക്ലാസ്സിൽ പോകാതെ ഇത്രയും അധികം എഫേർട്ട് എടുത്ത് പഠിക്കുന്ന നിങ്ങൾ തന്നെയാണ് ഹീറോസ്. കാര്യമായിട്ട് ഞാൻ പറഞ്ഞ നിങ്ങൾ തന്നെയാണ് ഹീറോസ്. അല്ലാതെ കുറെ പ്രായമായവരൊക്കെ പറയും ചുമ്മാ മാർക്ക് വാരിക്കോഴി കൊടുക്കുക, നമ്മളൊന്ന് 210 മാർക്ക് മേടിച്ചാൽ നമ്മൾ രാജാവായിരുന്നു. ഇവരൊക്കെ പഠിച്ച കാലം അത് ആ സമയത്ത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ കോവിഡ് സിറ്റുവേഷനിൽ നിങ്ങൾ പോയെന്ത് പഠിച്ച് സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് യൂട്യൂബിലും അല്ലാതെ ക്ലാസ്സസിലൊക്കെ കയറി പഠിച്ച് ഇത്രയും മാർക്ക് മേടിച്ച് നിങ്ങൾ തന്നെയാണ് എന്ത് ഹീറോസ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ടിങ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. നമ്മളപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ P ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഓഗസ്റ്റ് 1 അല്ലെ. ഓഗസ്റ്റ് 1 ആണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. സെപ്റ്റംബർ 6-ാം തീയതിയാണ്. ഇനി നമുക്ക് ഏകദേശം 1 മാസം കൂടിയേ ഉള്ളൂ. എന്നോട് കുറെ പേര് ഇന്ന വീഡിയോസ് എടുക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ മാക്സിമം എന്താ പറയുന്നത്, എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ എടുക്കുന്നുണ്ട്. ഫ്രീ ടൈം കിട്ടിയാൽ അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്യുക, നേരെ വീഡിയോ എടുക്കാൻ തന്നെയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്, വേറെ ഒന്നിനുമല്ല. സോ ഇത്തിരി പേഷ്യന്റ് ആയിട്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസ് ഇടുന്നതായിരിക്കും. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് P ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയാണ്. കാരണം കുറെ ദിവസങ്ങളായിട്ട് എന്നോട് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുക, സാറേ P ബ്ലോക്ക് എടുക്കാവോ എന്ന് പറഞ്ഞ് ഗ്രൂപ്പുകളിലും ചോദിച്ചുകൊണ്ടിരിക്കുക. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, P ബ്ലോക്ക് എലമെന്റ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ചാപ്റ്റർ 11 കെമിസ്ട്രിയിലെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള P ബ്ലോക്ക് എലമെന്റ്സ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൾറെഡി തന്നെ കുറെ വീഡിയോസ് ഇതിന്റെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അതെല്ലാം അതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, പ്രസ് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ. സോ എന്താ പറയാ, കുറച്ച് ദിവസം കൂടി ഉള്ളു നമുക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യാം, മാക്സിമം തന്നെ സ്പീഡിൽ എല്ലാം പഠിച്ചു തീർക്കാം. ഓക്കെ. സോ നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് P ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫുൾ കവർ ചെയ്യും. അതേപോലെ തന്നെ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യും. സോ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. എന്താ പറയുക, നമുക്ക് ഫുൾ മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഈ ചാപ്റ്ററിൽ നിന്ന്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. S ബ്ലോക്കും ഹൈഡ്രജൻ ഒക്കെ പോലെ തന്നെയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് P ബ്ലോക്ക് എലമെന്റ്സും. ഫോക്കസ് ഏരിയ വന്നപ്പോൾ ആകെപ്പാടെ 4 ടോപ്പിക്സേ ഉള്ളൂ. ഇത് അല്ലെങ്കിൽ വലിയൊരു ടോപ്പിക്കാണ്. ഓർക്കുക, ഇത് പഠിച്ചു വെക്കുക. കാരണം +2-ലും ഇതേ ചാപ്റ്റർ പേരുള്ള ഒരു ടോപ്പിക് ഉണ്ട് കേട്ടോ. ചാപ്റ്ററിന്റെ നെയിം ഉള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ. സോ P ബ്ലോക്ക് എലമെന്റ്സ് +1-ലും +2-ലും ഉണ്ട്. സോ കോൺസെൻട്രേറ്റ് മോർ ഓൺ ദിസ് ചാപ്റ്റർ. ഓക്കെ. സോ വാട്ട് ആർ ദ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്? ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയ ടോപ്പിക്സ് പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തെ ടോപ്പിക് ആണ് ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഓഫ് ബോറോൺ. ബോറോന്റെ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ്. പക്ഷെ നമുക്ക് നേരത്തെ നോക്കുകയാണെങ്കിൽ കുറെ കോമ്പൗണ്ട്സിനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഈ ഫോക്കസ് ഏരിയ വന്നപ്പോഴോ, ഫോക്കസ് ഏരിയ വന്നപ്പോൾ നമുക്ക് ആകെപ്പാടെ പഠിക്കാനുള്ളത് ഒരൊറ്റ കോമ്പൗണ്ടിനെ പറ്റിയാണ്. ഡൈബൊറൈൻ എന്ന് പറയുന്ന ഒരു അടിപൊളി കോമ്പൗണ്ട് ഉണ്ട്. ആ ഡൈബൊറൈനെ പറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പഠിക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തത് അലോട്രോപ്സ് ഓഫ് കാർബൺ എന്ന് പറയും. കാർബണിന്റെ കുറെ അലോട്രോപ്സ് നമുക്ക് എല്ലാം പരിചിതമായിട്ടുള്ള നമ്മുടെ ഡയമണ്ട് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, ഫുള്ളറൈഡ് ഉണ്ട്. ഇതിനെ പറ്റിയൊക്കെ ഒന്ന് പഠിക്കണം. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കമ്പയർ ചെയ്ത് അത് നിസ്സാരമാക്കി നമ്മൾ പഠിച്ചിരിക്കും. അടുത്ത മൂന്നാമത്തത് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് പഠിക്കേണ്ട സംഭവം നിങ്ങൾക്കറിയാം. എന്റെ S ബ്ലോക്ക് എന്ന് പറയുന്ന വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കാർബൺ മോണോക്സൈഡിനെ പറ്റി അല്ലെ. S ബ്ലോക്കിൽ നമ്മൾ പറയുന്നില്ല, സോറി S ബ്ലോക്കിൽ ഹൈഡ്രജനിൽ നമ്മൾ പറയുന്നുണ്ട് എന്താ, സിങ്ക് ഗ്യാസിന്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ വാട്ടർ ഗ്യാസിന്റെ പ്രിപ്പറേഷൻ CO+H2. അതാണ് നമ്മുടെ കാർബൺ മോണോക്സൈഡ്. ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിലിക്കോൺ എന്ന് പറഞ്ഞ ഒരു ചെറിയ ടോപ്പിക്. അത് വലുതായിട്ടൊന്നുമില്ല, കുറച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. സോ എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് തന്നെ
നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? പി ബ്ലോക്ക് എലമെന്റ്സ്. ഏതാണ്? പി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ മക്കളെ, ഞാൻ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് പി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റി പറയാം. എന്താണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്? അല്ലെ, ഇത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കേട്ടോണ്ടിരുന്നോ. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതൊന്നും അറിയാത്ത ആരുമില്ല. നിങ്ങൾ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇപ്പൊ നമ്മളറിയാം, നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു കുറെ കട്ടകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കണം അല്ലെ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ്. ആ ബ്ലോക്ക് കേട്ടോ, റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബ്ലോക്ക്, അതിനെ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ. അത് ഏത് ഗ്രൂപ്പാണ്? നമുക്കറിയാം ടോട്ടൽ 18 ഗ്രൂപ്പാണ് നമുക്കുള്ളത്. ടോട്ടൽ 18 ഗ്രൂപ്പാണുള്ളത്. അതിൽ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് 13 to 18 ആണ്. പി ബ്ലോക്ക് എലമെന്റ്സ് എവിടെയാണ്? 13 to 18 കേട്ടോ. 13 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോറോൺ ബാബു, അതുകൊണ്ട് തന്നെ ഇവരെ വിളിക്കുന്ന പേരാണ് ഇത് ബോറോൺ ഫാമിലി അല്ലെ. 14ാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കാർബണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ വിളിക്കുന്ന പേരാണ് എന്ത്? കാർബൺ ഫാമിലി. 15ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. അപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ 14 കാർബൺ ആണെങ്കിൽ നൈട്രജൻ എന്താ? നൈട്രജൻ ഫാമിലി എന്ന് വിളിക്കും. 16 വിളിക്കുന്ന പേരാണ് ഓക്സിജൻ, അതായത് ഓക്സിജൻ ഫാമിലി എന്ന് വിളിക്കും. 17 ഫ്ലൂറിൻ ഫാമിലി എന്ന് നമ്മൾ വിളിക്കാറില്ല. അവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫ്ലൂറിൻ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള കുറെ കോമ്പൗണ്ട്സ് ഉണ്ട്, അതിന്റെ ആ എലമെന്റ്സ് ഉണ്ട്. അതിനെല്ലാം വിളിക്കുന്ന പേരാണ് എന്ത്? ഹാലജൻസ് എന്ന് വിളിക്കും. ഹാലജൻസ് എന്ന് വിളിക്കും. ലാസ്റ്റ് നമ്മുടെ 18ാമത്തെ ഗ്രൂപ്പ് ഉണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്ന് വിളിക്കും. നിയോൺ, അതിന് മുമ്പ് എന്താണ്? ഹീലിയം, അല്ലേ. ഓക്കെ, സോ ഇവരെയൊക്കെ വിളിക്കുന്ന പേരാണ് എന്ത്? പി ബ്ലോക്ക് എലമെന്റ്സ്. ഇതിനകത്ത് കുറെ എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മക്കളൊന്ന് ഓർത്ത് വെച്ചേ. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ബ്ലോക്കിന്റെ NS2 NP126 NS2 NP126. അതെന്താ NS2 NP126 എന്ന് പറഞ്ഞാൽ? ഈ 5s2 എന്നൊക്കെ പറയത്തില്ലേ, S സബ് ഷെല്ല്, P സബ് ഷെല്ല്, അതാണ് ഈ എസും പിയും. നോക്കി, NS2 ഇത് ജനറൽ. ഇപ്പൊ രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ നമ്മൾ 2s2 എന്ന് പറയും. ഇപ്പൊ 2p126. ഈ 126 എന്ന് പറയാൻ കാരണം ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ബോറോൺ ഫാമിലിയിലാവാം, അല്ലെങ്കിൽ കാർബൺ ഫാമിലിയിലാവാം. ബോറോണിലാണെങ്കിൽ പിയുടെ വാല്യൂ 1, കാർബണിലാണെങ്കിൽ 2, അങ്ങനെ കേട്ടോ. നൈട്രജൻ ആവാം, ഓക്സിജൻ ആവാം. അതുകൊണ്ടാണ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് കൊടുത്തിരിക്കുന്നത്? NS2 NP126 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ബാക്കിയൊന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട് അല്ലെ. മെറ്റൽസും ഉണ്ട്, നോൺ മെറ്റൽസും ഉണ്ട്, മെറ്റലോയിഡ്സ്. ഏറ്റവും കൂടുതലുള്ളത് നോൺ മെറ്റൽസ് ആണ്. സോ ഓർത്ത് വെക്കുക, എന്താണ് കൂടുതലും ഇതിനകത്തുള്ള ഏതാണ്? നോൺ മെറ്റൽസ് ആണ്. ഓക്കെ, പിന്നെ അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇതിനെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്? പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കാൻ കാരണം ലാസ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നു? പി സബ്ഷനിലേക്ക് പോകുന്നു. ഇതൊന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും നമ്മളോടൊന്നും ചോദിക്കത്തൊന്നുമില്ല കേട്ടോ. അതായത് നിങ്ങൾ ഓർക്കേണ്ട ഇത്രേ ഉള്ളൂ. ഞാൻ ആ ബോക്സിനകത്ത് ഇട്ടേക്കുന്ന ഏതാ? ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് NS2 NP126. മക്കളെ, നമ്മുടെ ആദ്യത്തെ ടോപ്പിക്, ഫോക്കസ് ഏരിയയിലുള്ള ആദ്യത്തെ ടോപ്പിക് ആണ് ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഓഫ് ബോറോൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് കോമ്പൗണ്ട്സ് ഓഫ് ബോറോണിൽ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ പഠിക്കാനുള്ളൂ. അതേതാണ്? ഡൈബോറൈൻ അല്ലെ. ഡൈബോറൈൻ B2H6 ഓർത്ത് വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ പേര് ഓർത്ത് വെക്കുക. ഡൈബോറൈൻ B2H6 എന്നുള്ള പേര് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക, മറക്കരുത്. എന്നതാ? B2H6 ആണ് ഡൈബോറൈൻ. ഇനി ചോദിച്ചാൽ ഒരിക്കലും മറക്കരുത്. എന്താ മക്കളെ ഡൈബോറൈൻ എന്ന് പറഞ്ഞാൽ? B2H6 ആണ് സാറേ, B2H6. അങ്ങനെ ഓർത്ത് വെക്കണം. 2 ബിയും 6 ഹൈഡ്രജനും ഓർത്താ മതി. B2H6 ഡൈ എന്ന് പറയുന്നത് 2 ഡൈബോർ എന്ന് വെച്ചാൽ 2 ബോറോൺ. മനസ്സിലായല്ലോ? എത്ര ഹൈഡ്രജനാ? 6 ഹൈഡ്രജൻ, B2H6. ഇനി നോക്കിയാൽ അത് എന്നാണ് സംഭവം നോക്കാം. ഈ ഒരൊറ്റ കോമ്പൗണ്ട് നമുക്ക് പഠിക്കാനുള്ളൂ ബോറോണിന്റെ കേസിൽ. നോക്കി, സിംപ്ലസ്റ്റ് ബോറോൺ ഹൈഡ്രൈഡ് ഈസ് ബോറൈൻ. സിംപ്ലസ്റ്റ് ബോറോൺ ഹൈഡ്രൈഡ് ഈസ് ബോറൈൻ. എന്താടാ ഈ ബോറോൺ ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ? ബോറോൺ ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ബോറോണിന്റെ കൂടെ ഹൈഡ്രജൻ. മനസ്സിലായോ? ബോറോണിന്റെ കൂടെ ഹൈഡ്രജൻ, അതാണ് ഹൈഡ്രൈഡ്. ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ കൂടെ ഹൈഡ്രജൻ കയറി വരുന്നതിനെയാണ് ഹൈഡ്രൈഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബോറോൺ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ? ബോറോണിന്റെ കൂടെ ഹൈഡ്രജൻ, അതാണ് BH. ഇനി എവിടത്തെ ഫോർമുല എന്തായിട്ട് വരും? ബോറോൺ ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ BH3. കണ്ടോ? അതാണ് സിംപ്ലസ്റ്റ് ബോറോൺ ഹൈഡ്രൈഡ് ഈസ് ബൊറൈൻ. ബൊറൈൻ എന്ന് പറഞ്ഞാൽ BH3. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ബൊറൈൻ ആണോ? അല്ല, നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഡൈബൊറൈൻ. അത് എന്തുകൊണ്ടാണ് ഡൈബൊറൈൻ എന്ന് പറയാൻ കാരണം? നമ്മുടെ ഈ BH3 ഇല്ലേ, ആ BH3 എന്ന് പറയുന്ന ആൾ അങ്ങോട്ട് സ്റ്റേബിൾ അല്ല.
അവരെന്താ സ്റ്റേബിൾ ആവാൻ, നമ്മളെപ്പോഴും സ്റ്റേബിൾ ആവാനല്ലേ നിൽക്കുന്നത് അല്ലെ? നമുക്ക് എപ്പോഴും എന്നതാ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ നടക്കാനാണോ നമുക്കും ആഗ്രഹം? അല്ല, നമ്മളെപ്പോഴും സ്റ്റേബിൾ ആയിട്ട് അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ട് നടക്കാനായിട്ടാണ് ആഗ്രഹം. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവര് സ്റ്റേബിൾ ആവാൻ വേണ്ടി BH3 എന്തായിട്ട് നിൽക്കും, B2H6 ആയിട്ട് നിൽക്കും. അതായത് എക്സിസ്റ്റാസ് ഡൈമർ എന്തായിട്ടാണ് നിൽക്കുന്നത്, എക്സിസ്റ്റാസ് ഡൈമർ. അതായത് ഈ BH3 രണ്ടെണ്ണം കൂടെ മിക്സ് ആവും കണ്ടോ. ഇപ്പൊ B ഒരെണ്ണേ ഉള്ളൂ, ഇപ്പൊ എത്രയായി, 2 H 3 ഉള്ളായിരുന്നു, അതിന്റെ ഡബിൾ ആകുമ്പോ എത്രയാ, B2H6. അതായത് ഇതിനെ 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമ്മുടെ ഡൈമർ കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഡൈബൊറൈൻ എക്സിസ്റ്റാസ് ഡൈമർ. Why? Due to obtain stability. എന്തിനു വേണ്ടിയാ? To obtain stability. അപ്പൊ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് B2H6 എന്ത് ചെയ്യാവുന്നത്, നമ്മുടെ ഡൈമർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? എന്തിനു വേണ്ടിയാ? To attain stability. സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായല്ലോ മക്കളെ? ഇനി നമുക്ക് ഇപ്പൊ നമ്മളൊരു കോമ്പൗണ്ട് പഠിച്ചു, അതിന്റെ ഫോർമുല പഠിച്ചു. ഇനി അടുത്ത എന്നതാ, അതിന്റെ പ്രിപ്പറേഷൻ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, അതിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. പ്രിപ്പറേഷൻ ഒരു 3 എണ്ണം ഉണ്ട്, അത് നമുക്ക് നിസ്സാരമാക്കി സിമ്പിൾ ആക്കി പഠിച്ചോളാം. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഡൈബൊറൈൻ. നമ്മൾ പറഞ്ഞു ഓൾറെഡി എന്തൊക്കെയാണ് ഡൈബൊറൈൻ, ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നോക്കിയാൽ നമുക്ക് ഇത് എങ്ങനെയാണോ ഉണ്ടാക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഡൈബൊറൈൻ ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കിയേ. നമ്മൾ അതിനുവേണ്ടി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നോക്കിയേ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് BF3 വിത്ത് ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ഇൻ ഈതർ. എന്താണ്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് BF3 എന്ന് പറയുന്നത് ബോറോൺ ട്രൈഫ്ലൂറൈഡ് വിത്ത് ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ്. ഏതൊക്കെ? LiAlH4. ഈ സാധനം ഒന്ന് ഓർത്ത് വെച്ചോ. കാരണം അറിയോ, ഇത് നിങ്ങൾ ഇനി +2 കയറി കഴിഞ്ഞാൽ ഈ സാധനം കുറെ വട്ടം കാണും. എന്താണ് LiAlH4? ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ്. എന്താണ്? ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ്. ആണോ? എല്ലായിടത്തും ഈ H വന്നാലാണ് ഈ ഹൈഡ്രേറ്റ് കയറി വരുന്നത്. അപ്പൊ ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റിനെ വിളിക്കുന്ന പേരാണ് NiAlH4. അപ്പൊ ഇത് രണ്ട് എന്ത് ചെയ്യും, നമ്മുടെ BF3നെയും ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റിനെയും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യും. ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റിനെയും BF3നെയും കൂടെ അങ്ങ് മിക്സ് ചെയ്യിക്കും ഇൻ പ്രസൻസ് ഓഫ് ഈതർ. ഈതറിന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യിക്കും. കണ്ടോ? BF3 എന്ന് പറഞ്ഞാൽ ആരാ? ബോറോൺ ട്രൈഫ്ലൂറൈഡ്. കണ്ടോ? ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ വേണ്ടത്, നമുക്ക് ഓർത്ത് വെക്കുക, പ്രോഡക്റ്റ് എന്നതാ ഡൈബൊറൈൻ. B2H6. ഈ ബാക്കി വരുന്ന പ്രോഡക്റ്റ് ഓർത്തില്ലായാലും കുഴപ്പമില്ല, നമ്മൾ ഓർക്കേണ്ടതാ ബോറോൺ ട്രൈഫ്ലൂറൈഡ്. 4 ബോറോൺ ട്രൈഫ്ലൂറൈഡും 3 ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കുറഞ്ഞ 4, 3, 2. അപ്പൊ 4 ബോറോൺ ട്രൈഫ്ലൂറൈഡ് 3 ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് കിട്ടുമ്പോൾ എന്ത് കിട്ടും, 2 ഡൈബൊറൈൻ. മനസ്സിലായല്ലോ? അത് ഓർത്ത് വെക്കുക, നമുക്ക് ഓർത്ത് വെക്കേണ്ട സാധനമാണിത് കേട്ടല്ലോ. ഈ കൂടുതലും ഡൈബൊറൈൻ ചോദിക്കാൻ നേരത്തെ അവർ ചോദിക്കുന്നത് പ്രിപ്പറേഷൻസ് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കുക, പ്രിപ്പറേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ പ്രിപ്പറേഷൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് BF3 വിത്ത് ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ഇൻ പ്രസൻസ് ഓഫ് ഈതർ. ആ ഈതറും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേരെ കേട്ടോ. ഈതർ ആണെന്നും അതും കൂടെ ഓർത്ത് വെക്കുക. ഇത് ഒന്നാമത്തെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതൊക്കെ സാധാരണ രീതിയിൽ ഇനി നമുക്ക് ഇൻഡസ്ട്രിയലിയും ലബോറട്ടറിയിലും എങ്ങനെ ഉണ്ടാക്കും. ഇപ്പൊ ആദ്യം ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ നോക്കാം. ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഉണ്ടാക്കാൻ കുറെ ഉണ്ടാക്കണം, അല്ലാതെ കുറച്ച് ഉണ്ടാക്കിയാൽ മതിയോ? അല്ല, കുറെ ഉണ്ടാക്കണം. ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പൊ എടുത്തിരുന്നത് BF3നെ ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് അല്ലേ. ഈ ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് പ്രത്യേകത ഉണ്ട്, ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്, സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മൾ അടുത്തെടുക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനിൽ റിയാക്ഷൻ ഓഫ് ബോറോൺ ട്രൈഫ്ലൂറൈഡ് വിത്ത് സോഡിയം ഹൈഡ്രേറ്റ്. ആരുമായിട്ടാ? BF3 സോഡിയം ഹൈഡ്രേറ്റുമായിട്ട്. അപ്പൊ ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് സാധാരണ പ്രിപ്പറേഷൻ ആണ്. പക്ഷെ ഇവിടെ ഇച്ചിരി കൂടെ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബോറോൺ ട്രൈഫ്ലൂറൈഡിനെ, നമ്മുടെ എടുത്ത സാധനം ബോറോൺ ട്രൈഫ്ലൂറൈഡിനെ എന്തെടുക്കുന്നു, സോഡിയം ഹൈഡ്രേറ്റ്. അവിടെയും ഒരു ഹൈഡ്രേറ്റ്, ഫുൾ ഹൈഡ്രേറ്റിന്റെ കളിയാ അല്ലെ. വിത്ത് സോഡിയം ഹൈഡ്രേറ്റ്. സോഡിയം ഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ സോഡിയം എന്ന് പറഞ്ഞാൽ Na, ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ H. അപ്പൊ NaH. അപ്പൊ നോക്കിയേ, 2 ബോറോൺ ട്രൈഫ്ലൂറൈഡും 6 NaH, 6 സോഡിയം ഹൈഡ്രേറ്റും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, B2H6 കിട്ടും. B2H6 എന്നാടാ? ഡൈബൊറൈൻ കിട്ടും. B2H6 നമുക്ക് എല്ലായിടത്തും ഡൈബൊറൈൻ അല്ലേ. അപ്പൊ ഓർത്ത് വെക്കുക, കോമ്പൗണ്ട് ഏതാ? B2H6. ഇത് ഓർക്കണോ? ഓർത്തില്ലേലും കുഴപ്പമില്ല, ഓർത്താലും നല്ലത്. അപ്പൊ ടെമ്പറേച്ചർ 450 കെൽവിൻ, അതും കൂടെ ഓർത്ത് വെച്ചു. കുറെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ചിലപ്പോൾ അവരെടുത്ത് വയ്ക്കും, ഹൗ ഡു യു പ്രിപ്പയർ ഇൻഡസ്ട്രിയലി. ഇപ്പൊ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ്, വാട്ട് ഇസ് പ്രിപ്പറേഷൻ ഓഫ് ഡൈബൊറൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്ത് ചോദിച്ചിട്ടില്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ആ സമയത്ത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതണം. ഏതാ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ റിയാക്ഷൻ ഓഫ് ബോറോൺ ട്രൈഫ്ലൂറൈഡ് വിത്ത് സോഡിയം ഹൈഡ്രേറ്റ്. ബോറോൺ ട്രൈഫ്ലൂറൈഡിനെ സോഡിയം ഹൈഡ്രേറ്റ് കൊണ്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ 2 BF3 2 BF3യും
പിന്നെ എന്താ 6 NaH കൂടെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടി? 2 ഡൈബോറൈൻ കിട്ടി. മനസ്സിലായല്ലോ? അത് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ലാർജ് എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അടുത്തതാണ് നമ്മുടെ ലബോറട്ടറി പ്രിപ്പറേഷൻ. എന്താണ് ലബോറട്ടറി എന്ന് പറഞ്ഞാൽ? ലാബിൽ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ. ലാബിലെ പ്രത്യേകത നമ്മൾ ലാബിൽ നിറച്ചുണ്ടാക്കി വെക്കുവാണോ? അല്ല, നമ്മൾ ലാബിലൊക്കെ കുറച്ചുണ്ടാക്കുന്നത്. അപ്പൊ കുറച്ചാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ റിയേജൻസ് മാറും. ഏത് നോക്കിയേ, അവിടെ നമ്മൾ സംഭവിക്കാൻ പോകുന്ന ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ ഓഫ് ഏതാ? സോഡിയം ബോറോഹൈഡ്രേറ്റ് വിത്ത് അയഡിൻ. ലാബിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അയഡിൻ എടുക്കും, കുറച്ച് ഉപ്പ് അങ്ങോട്ട് എടുക്കും, അയഡിനും എടുക്കും. പിന്നീട് സോഡിയം ബോറോഹൈഡ്രേറ്റ്. സോഡിയം എന്ന് പറഞ്ഞാൽ Na, ബോറോ എന്ന് പറഞ്ഞാൽ B, ഹൈഡ്രേറ്റ് H, NaBH4. ഓർക്കുക, NaBH4, സോഡിയം ബോറോഹൈഡ്രേറ്റ്. സോഡിയം Na, ബോറോ B, ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ H. അപ്പൊ NaBH4 ഉം അയഡിൻ. അയഡിൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഐറ്റും കൂടെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എന്ത് സാധനം കിട്ടും? B2H6 കിട്ടും. അപ്പൊ അങ്ങനെയും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? നമ്മുടെ ഡൈബോറൈനെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ 3 രീതിയിൽ ഡൈബോറോന്റെ പ്രിപ്പറേഷൻ പഠിച്ചു. ഒന്നാമത്തെ BF3 വിത്ത് ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഇൻ പ്രസൻസ് ഓഫ് ഈതർ. രണ്ടാമത്തത് ബോറോൺ ട്രൈഫ്ലൂറൈഡ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രേറ്റ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. മൂന്നാമത്തത് സോഡിയം ബോറോഹൈഡ്രേറ്റ് വിത്ത് അയഡിൻ. മനസ്സിലായല്ലോ? ഈ റിയാക്ഷനും എഴുതി പഠിക്കുക, കാരണം പ്രിപ്പറേഷൻസ് ഓഫ് ഡൈബോറൈൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അപ്പൊ നമ്മുടെ എന്തും കഴിഞ്ഞു? പ്രിപ്പറേഷനും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ അതിന്റെ പ്രോപ്പർട്ടീസും ഇതിന്റെ സ്ട്രക്ചറും നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ? നോക്കിയ മക്കളെ, നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡൈബോറൈന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ നമ്മൾ ഡൈബോറൈൻ എന്താത് പഠിച്ചു, അതിന്റെ പ്രിപ്പറേഷൻസ് പഠിച്ചു, അതിന്റെ പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് വളരെ സിമ്പിൾ ആണ്. പ്രോപ്പർട്ടീസ് ഒന്നെന്ന് പറഞ്ഞാൽ അതിന് കളർ ഉണ്ടോ? കളർലെസ് ആണ്. ഡൈബോറൈന് കളർ ഇല്ല. രണ്ടാമത്തെ അതൊരു ടോക്സിക് ഗ്യാസാ. എടുത്ത് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അതെടുത്ത് ശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊരു ടോക്സിക്കാ, വിഷമുള്ള ഗ്യാസാ. ഈ 2 പോയിന്റും ഓർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി മൂന്നാമത്തെ പോയിന്റ് ഉണ്ട്. ഇറ്റ് ക്യാച്ചസ് ഫയർ സ്പോണ്ടേനിയസ്ലി ഓൺ എക്സ്പോഷർ ടു എയർ ആൻഡ് ടു ഫോം B2O3 ആൻഡ് ഇവോൾവ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഡൈബോറൈനെ കൊണ്ട് നമ്മൾ എയറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ, എവിടെ കൊണ്ടാ? ഡൈബോറൈനെ എയറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ചുമ്മാ എടുത്ത് പറയുമ്പോഴേ സംഭവം മനസ്സിലാകത്തില്ല എന്തെങ്കിലും ഉടായിക്കൊണ്ടെന്ന്. ഓർത്ത് വെക്കുക, ബോറോ അല്ലെങ്കിൽ ഡൈബോറൈനെ നമ്മൾ എയറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? നമ്മുടെ ഓക്സിജനുമായിട്ട് അങ്ങ് റിയാക്ട് ചെയ്യും. നമ്മുടെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ B2O3 ഉണ്ടാവും. എന്തുണ്ടാവും? B2O3. മനസ്സിലാക്കണം. ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും? നമ്മുടെ എയറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. അവിടെ B2O3 ഉണ്ടാവും. അതെന്താ? തീ പിടിക്കും. അവിടെ ക്യാച്ചസ് ഫയർ എന്ന് പറയുന്നത് ക്യാച്ചസ് ഫയർ. അത് പെട്ടെന്ന് തീ പിടിക്കും. തീ പിടിച്ചിട്ട് എന്തുണ്ടാക്കും? B2O3 ഉണ്ടാവും. തീ പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നാ ഉണ്ടാവും? അവിടെ ഹീറ്റ് ഉണ്ടാവും. അതല്ലേ? ഇറ്റ് ഇവോൾവ്സ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓർക്കുക, ക്യാച്ചസ് ഫയർ സ്പോണ്ടേനിയസ്ലി എന്ന് വെച്ചാൽ ഓൺ എക്സ്പോഷർ ടു എയർ. എയറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ എയറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എവിടെ സംഭവിക്കും? അതെന്ത് ചെയ്യും? ക്യാച്ചസ് ഫയർ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇത് ഫയർ ക്യാച്ച് ചെയ്യും. ഓൺ എക്സ്പോഷർ ടു എയർ. എയറിലേക്ക് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യും? ഫയർ ക്യാച്ച് ചെയ്യും. എന്നിട്ട് എന്തുണ്ടാക്കും? B2O3 ഉണ്ടാക്കും. എന്തുണ്ടാക്കും? B2O3. ഇപ്പൊ നമ്മുടെ B2H6 ഡൈബോറൈനെ കൊണ്ട് എയറിൽ വെച്ചു. എയറിൽ വെച്ചപ്പോ പെട്ടെന്ന് തീ പിടിച്ചു. എന്നാടാ കാരണം? അവിടെ B2O3 ഉണ്ടായി സാറേ. എന്തുണ്ടായി? B2O3. തൊട്ട് നോക്കിയപ്പോഴേ ഭയങ്കര ചൂടാ. അതാണ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്. ഇത് നോക്കിയേ, നമ്മളിപ്പോ തീപിടുത്തം എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അണക്കണ്ടേ? അണക്കാനായിട്ട് എന്ത് വേണം? വെള്ളം വേണം, അല്ലെ? അപ്പൊ തീ പിടിച്ചിരിക്കുക. ഇപ്പൊ നമ്മൾ അതിന് അണക്കാനായിട്ട് എന്ത് ചെയ്തു? വെള്ളം കൊണ്ടുവരുവാണ്. നോക്കിയേ, ഇറ്റ് ഈസ് റെഡിലി ഹൈഡ്രോളൈസ്ഡ് ബൈ വാട്ടർ ടു ഗിവ് ബോറിക് ആസിഡ്. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഈ നമ്മുടെ ഡൈബോറൈനെ കൊണ്ട് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഹൈഡ്രോളൈസ്ഡ് ചെയ്താൽ, ഹൈഡ്രോളൈസ് എന്ന് പറഞ്ഞാൽ ആഡിങ് വാട്ടർ, വെള്ളം ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു പുതുതായിട്ടൊരു ആസിഡ് ഉണ്ടാവും. നമുക്കൊരു ആസിഡിനെ കിട്ടാൻ പോകുന്നത്. അത് ആസിഡിന്റെ പേരെന്നതാ? ബോറിക് ആസിഡ്. എന്താണ്? ബോറിക് ആസിഡ്. അതുപോലെ ഈ ആസിഡിനെ ആരും ഓർത്തപ്പെടും മക്കളെ. നമ്മളില്ലേ എന്താ പറയുന്നത്, നമ്മുടെ ആപ്പിളിന്റെ അതിനകത്തുള്ള ആസിഡ് ഏതാണെന്ന് അറിയോ? എന്തായാലും ആപ്പിളിന്റെ അതിനകത്തുള്ള ആസിഡ് ഓർത്തിരിക്കാനുള്ള ടെക്നിക്കാണ്. പുതിയ സിനിമയുടെ പേര് ഓർത്താൽ ഏതാ സിനിമ? നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഏതാ പടം? മാലിക്, അല്ലെ? അപ്പൊ മാലിക് എന്ന് പറഞ്ഞ ഓർത്താൽ മതി. അത് ഞാൻ പെട്ടെന്ന് ഇപ്പൊ മനസ്സിൽ കയറി വന്നോണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആപ്പിളിലുള്ള ആസിഡ് ഏതാ? മാലിക് ആസിഡ്, നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ആസിഡ്. ഓക്കെ, അപ്പൊ അത് വിട്ടേര്. ഇറ്റ് ഈസ് റെഡിലി ഹൈഡ്രോളൈസ്ഡ് ബൈ വാട്ടർ ടു ഗിവ് ബോറിക് ആസിഡ്. അതായത് നമ്മുടെ ഡൈബോറൈൻ, ഇറ്റെന്ന് ഉദ്ദേശിക്കുന്ന ആരാ? ഡൈബോറൈൻ. B2H6 കൊണ്ട് ഹൈഡ്രോളൈസ് ചെയ്താൽ, ഹൈഡ്രോളൈസ് ചെയ്തെന്ന് പറയുന്നത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബോറിക് ആസിഡ് വരും. ബോറിക് ആസിഡിന്റെ ഫോർമുല ഓർത്തുക, H3BO3. H3BO3 മനസ്സിലായാലോ? H3BO3. ചില കേസുകളിലൊക്കെ ഇങ്ങനെ എന്തായിരുന്നില്ല, BOH thrice എന്നൊക്കെ ഉള്ള സംഭവം എന്നതാ? H3BO3. ഓർത്ത് വെക്കുക. നമ്മുടെ ഡൈബോറൈൻ ഉണ്ട് B2H6. അതിനെ കൊണ്ട് ഞാൻ വെള്ളത്തിലിട്ടു. വെള്ളത്തിലിട്ടപ്പോ എനിക്ക് എന്ത് കിട്ടി? H3BO3 കിട്ടി, ബോറിക് ആസിഡ് കിട്ടി. ഇവിടെ
ഈ എയറിൽ ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എന്ത് കിട്ടി? B2O3 ഉള്ളു കിട്ടുള്ളൂ. പക്ഷെ ഞാൻ വെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എന്ത് കിട്ടി? H3BO3 കിട്ടി. മറക്കല്ലേ? ഇനി അടുത്ത് നോക്കിയേ. ഇനിയാണ് അടുത്ത കിടു സാധനം വരുന്നത്. കിടു സാധനം, അതായത് നമ്മുടെ ഡൈബൊറൈൻ ഇല്ലേ, നമ്മുടെ ഡൈബൊറൈനെ വെള്ളത്തിലും ഇട്ട് തീയിലും ഇട്ട് ഇനി അടുത്ത സംഭവം എന്താ അറിയോ? അമോണിയയിൽ കൊണ്ടിട്ടു. അമോണിയയിൽ കൊണ്ടിട്ടപ്പോ എന്നാ സംഭവിച്ചത് നോക്കിയേ. ഡൈബൊറൈൻ റിയാക്ട് വിത്ത് അമോണിയ. അമോണിയ ആരാ? അമോണിയ NH3. ഈ ഡൈബൊറൈൻ എന്ന് പറഞ്ഞാൽ ആരാ? B2H6. അതിനെ കൊണ്ട് അമോണിയയിൽ ഇട്ട് കഴിയുമ്പോ ആ വല തൂങ്ങി പോകും. അതായത് നമ്മുടെ ഡൈബൊറൈന്റെ പുറകെ ആരും പോകും? നമ്മുടെ NH3 പോകും. കണ്ടോ? അമോണിയ ആയിട്ടല്ല റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ആരാ NH3? 2NH3. കണ്ടോ? 2 പേരായി ഒരാളുടെ പുറകെ പോകുന്നത്. ആരുടെ പറയാ? B2H6ന്റെ പറയാ. ഡൈബൊറൈന്റെ പുറകെ ആരൊക്കെയാ പോകുന്നത്? 2 NH3 അങ്ങോട്ട് പോകും. അപ്പൊ ഓർത്ത് വെക്കുക, ഡൈബൊറൈൻ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വല തൂങ്ങി ആരും പോകും? അമോണിയയും പോകും. B2H6.2NH3. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഉറപ്പല്ലേ 2 പേരുണ്ട്, അപ്പൊ കളയണം അങ്ങോട്ട്. അവരെന്ത് ചെയ്തു? അങ്ങോട്ട് ഹീറ്റ് ചെയ്തു. ഉണ്ടോ? To give B2H6NH2NH3 which on further heating അവരെന്ത് ചെയ്തു? എനിക്ക് ഇഷ്ടമില്ല, ബ്രേക്കപ്പ്. ഹീറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ബൊറാസിൻ കിട്ടി. ഹീറ്റ് ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി? ബൊറാസിൻ എന്ന് പറഞ്ഞാൽ B3N3H6. ഓർത്ത് വെക്കേണ്ട കോമ്പൗണ്ട് ആണേ. എന്താണ്? ഡൈബൊറൈൻ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ B2H6.2NH3 കിട്ടും. വിച്ച് ഓൺ ഫർദർ ഹീറ്റിംഗ്, അതിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? ബൊറാസിൻ. ഓർത്തു വെക്കുക മക്കളെ, വേറെ ഒന്നും ഓർത്തില്ലേലും, ഇത്ര നേരം പഠിപ്പിച്ചതിൽ ഒന്നും ഓർത്തില്ലെങ്കിലും ഇത് ഓർത്തു വെക്കുക. എന്താണ് ബൊറാസിൻ? ബൊറാസിൻ എന്ന് പറഞ്ഞാൽ B3N3H6. 3 ബോറോണും 3 നൈട്രജൻ 3 നൈട്രജൻ 6 ഹൈഡ്രജൻ. മനസ്സിലായാലോ? 3 ബോറോൺ 3 നൈട്രജൻ 6 ഹൈഡ്രജൻ. B3N3H6. ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇവർക്ക് ഒരു വട്ടപ്പേരുണ്ട്, അല്ലെങ്കിൽ ഒരു കളിയാക്കി വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇനോർഗാനിക് ബെൻസീൻ. B3N3H6 എൻട്രൻസിൽ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ MCQ ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ 6 or 8 ക്വസ്റ്റ്യൻ MCQ ആണ്. അതിൽ ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ഇനോർഗാനിക് ബെൻസീൻ, അല്ലെങ്കിൽ ഇനോർഗാനിക് ബെൻസീന്റെ സ്ട്രക്ചർ എന്നിട്ട് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കും. ഓർത്തുക, ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറഞ്ഞാൽ ബൊറാസൈൻ. B3N3H6 അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഇനോർഗാനിക് ബെൻസീൻ. ഈ ബെൻസീൻ എന്നാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഹൈഡ്രോ കാർബൺസിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ബെൻസീൻ എന്നാണ്. അപ്പൊ ബെൻസീന്റെ അതേ ഷേപ്പാണ് ആർക്കും? ഇനോർഗാനിക് ബെൻസീൻ. കണ്ടോ? ഇവിടെ സൈഡിൽ പടം കൊടുത്തിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇവരെ എന്ത് വിളിക്കുന്നത്? ഇനോർഗാനിക് ബെൻസീൻ. ഓർഗാനിക് അല്ല, കാരണം കാർബണൊന്നുമില്ല. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ എന്ത് വിളിച്ചത്? ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നത്. ബോറോണിന്റെ ഫാമിലി ആണ്. മനസ്സിലായല്ലോ? ഇനോർഗാനിക് ബെൻസീൻ. കണ്ടോ? സ്ട്രക്ചർ സിമിലർ ടു ബെൻസീൻ. ആരുമായിട്ടുള്ള സ്ട്രക്ചർ ആ സിമിലർ? ബെൻസീനുമായിട്ടുള്ള അതേ സ്ട്രക്ചർ ആണ് സിമിലർ, വിത്ത് ഓൾട്ടർനേറ്റ് BH ആൻഡ് NH ബോണ്ട്. ഇവിടെ എന്തുണ്ട്? BH ഉം NH ബോണ്ട്സും പറഞ്ഞ 2 ബോണ്ട്സ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഓർത്ത് വെക്കുക കേട്ടല്ലോ. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കാനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് സ്ട്രക്ചർ? സിമ്പിൾ ആവും മക്കളെ, സിമ്പിളാ സ്ട്രക്ചർ. ആദ്യം ഒരു N വരയ്ക്കുക, പിന്നെ ഒരു B വരയ്ക്കുക, വീണ്ടും N വരയ്ക്കുക, വീണ്ടും B വരയ്ക്കുക, വീണ്ടും N വരയ്ക്കുക, വീണ്ടും എന്ത് വരയ്ക്കുക? B. കണ്ടോ? എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഇല്ലേ? അതായത് ടോട്ടൽ 6 എണ്ണം. 3 N ഉം 3 B യും 6 H അല്ലേ? കേട്ടോ? 1 2 3 3 നൈട്രജനായി, 1 2 3 ബോറോണോ. ഇനി ഇതിനിടയ്ക്കെല്ലാം ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്. ഫോമിൽ ഇട്ട് കൊടുത്തേ. ഒരു ഡബിൾ ബോണ്ട് ഇടുക, വീണ്ടും സിംഗിൾ ബോണ്ട് ഇടുക, വീണ്ടും ഡബിൾ ബോണ്ട് ഇടുക, വീണ്ടും ഒരു സിംഗിൾ ബോണ്ട് ഇടുക, വീണ്ടും ഡബിൾ ബോണ്ട് ഇടുക, വീണ്ടും സിംഗിൾ ബോണ്ട് ഇടുക. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഇതിന്റെ എല്ലാം മേളിലോട്ട് ഓരോ ഹൈഡ്രജൻ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഓരോ ഹൈഡ്രജൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ ഇത് സംഭവം ക്ലിക്കായേ. ഇതാണ് എന്ത്? നമ്മുടെ ഇനോർഗാനിക് ബെൻസീൻ. ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറഞ്ഞാൽ ആരാ? ബൊറാസൈൻ. എന്നാ പറയുന്നത്? ബൊറാസൈൻ. അതിന്റെ പേരെന്നാ? B3N3H6. അപ്പം പ്രോപ്പർട്ടീസ് മനസ്സിലായല്ലോ. കളർ ഇല്ല, ടോക്സിക് ആണ്. പിന്നെ എന്നാണ്? നമ്മൾ ഇതിനെ എയറിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ഹി ക്യാച്ചസ് ഫയർ ആൻഡ് ഫോംസ് B2O3. അതിനുശേഷം നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലോ H3BO3 നമ്മുടെ ബോറിക് ആസിഡ് ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ അമോണിയയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അമോണിയയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബൊറാസൈൻ കിട്ടും. അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. B3N3H6 അതാണ് നമ്മുടെ ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തുകൂടെ പഠിക്കണം? ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചറും കൂടെ ഒന്ന് പഠിക്കാം. ഓക്കെ, അതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ എന്തായാലും സംഭവം ഡൈബൊറൈൻ കഴിയും. നോക്കിയാൽ നമ്മുടെ അടുത്ത സ്ട്രക്ചർ ആണ് ഏത്? ഡൈബൊറൈന്റെ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു? ഡൈബൊറൈൻ എന്താന്ന് പഠിച്ചു, അതിന്റെ പ്രിപ്പറേഷൻ പഠിച്ചു, അതിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, അതിന്റെ സ്ട്രക്ചറും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. നമ്മൾ പഠിച്ചിക്കാൻ പോവാ ഡൈബൊറൈന്റെ സ്ട്രക്ചർ. ഡൈബൊറൈൻ സ്ട്രക്ചർ നോക്കിയേ. ഡൈബൊറൈൻ സ്ട്രക്ചറിൽ എന്താ? ഡൈബൊറൈൻ എന്ന് പറഞ്ഞാൽ B2H6. ഡൈബൊറൈൻ എന്ന് പറഞ്ഞാൽ B2H6. അതിന്റെ അകത്ത് ബോറോൺ ഉണ്ടല്ലോ. അപ്പൊ അതിനൊരു ഹൈബ്രിഡൈസേഷൻ കാണത്തില്ലേ? അതേതാടാ മക്കളെ? sp3 ഹൈബ്രിഡൈസേഷൻ.
ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ ഏതാ? sp3 ഹൈബ്രിഡൈസേഷൻ. ഓർത്തു വെക്കുക. ഹൈബ്രിഡൈസേഷൻ എന്നാണ് നമ്മുടെ കെമിക്കൽ ബോണ്ടിങ്ങിലൊക്കെ പഠിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഞാൻ ഇൻവോൾവ് ആയിട്ട് പോകുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ബോറും ആവും, അതുകൊണ്ട് അത് ഒഴിവാക്കുവാണ്. ബോറോൺ ഏതാണ്? sp3 ഹൈബ്രിഡൈസേഷൻ. ഓർക്കുക. ഇനി നോക്കിയാൽ ആ ബോറോണിന്റെ സ്ട്രക്ചർ നോക്കിയത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോറോണിന്റെ സ്ട്രക്ചർ ഇവിടെ നോക്കിയേ, 2 ബോറോൺ, മുകളിലും താഴെയും ഓരോ ഹൈഡ്രജൻ വെച്ച്, പിന്നെ സൈഡിലേക്ക് 4 എണ്ണം അല്ലെ, സൈഡിലേക്ക് നമ്മുടെ എന്താ ചിത്രശലഭം പോലെ 4 എണ്ണം അല്ലെ, 4 ഹൈഡ്രജൻ ആറ്റംസ്. ഇപ്പൊ നോക്കിയേ, 2 ബോറോൺ ആൻഡ് 4 ഹൈഡ്രജൻ ആറ്റംസ് ലൈസ് ഇൻ 1 പ്ലെയിൻ. അതായത് 2 ബോറോണും 4 ഹൈഡ്രജൻ ആറ്റംസും എന്താണ് ഒരു പ്ലെയിനിൽ തന്നെയാണ് ലൈ ചെയ്യുന്നത്. അതായത് 1, 2, 3, 4 ഹൈഡ്രജനും 2 ബോറോണും ഒരേ പ്ലെയിനിൽ തന്നെയാണ്. അത് അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ. അത് ഓർത്ത് വെക്കുന്നവർ ഓർത്ത് വെക്കുക, ഇല്ലാത്തവർ അങ്ങോട്ട് മറന്നു കളയുക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പോരെ. ഞാൻ ചുമ്മാ എഴുതുന്നേ ഉള്ളൂ, ഫോക്കസ് ഏരിയ കണ്ടപ്പോ അങ്ങോട്ട് എഴുതി വെച്ചു. രസമല്ലേ, എനിക്കും എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അത് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിയേ, ഇപ്പൊ നോക്കിയേ, 2 ബോറോൺ ആൻഡ് 4 ഹൈഡ്രജൻ ആറ്റംസ്, 2 ബോറോണും 4 ഹൈഡ്രജൻ ആറ്റംസും ഒരേ പ്ലെയിനിലാണ്. നോക്കിയേ, ദീസ് 4 ഹൈഡ്രജൻ ആറ്റംസ് ആർ കോൾഡ് ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ്. അപ്പൊ നോക്കി, ഇതെല്ലാം അങ്ങേ മൂലയിലല്ലേ, ഒരേ ഭാഗത്തല്ലേ, അതുകൊണ്ട് ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്താ, ഇവര് 4 പേരും 4 വശത്താണ് അല്ലെ, ഒരെണ്ണം നോർത്ത്, ഒരെണ്ണം വെസ്റ്റ്, ഒരെണ്ണം ഈസ്റ്റ്, ഒരെണ്ണം സൗത്ത് അല്ലെ. അപ്പൊ 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. 4 ഹൈഡ്രജനും 4 വശത്താണ്. ആ 4 വശത്തുള്ള ഹൈഡ്രജൻ ആറ്റംസിനെ വിളിക്കുന്ന പേരെന്താ? ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ്. എന്താ വിളിക്കുന്നത്? ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ്. അപ്പൊ ഈ ബാക്കി രണ്ടവരെയോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ പേര് കൊടുക്കണ്ടേ അല്ലെ? നമ്മുടെ ഒരു ഗ്യാങ്ങിൽ തന്നെ ഇപ്പൊ ഒരു ഫ്രണ്ട്സ് എടുക്കുവാണെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒട്ടപ്പേര് കാണത്തില്ലേ അല്ലെ? ഇപ്പൊ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും പലതരത്തിലുള്ള പേരുകളുണ്ട് അല്ലെ. ഇപ്പം അല്ലെ വേണ്ട പോട്ടെ. നോക്കിയേ, അപ്പൊ 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ആ 4 ഹൈഡ്രജൻ ആറ്റംസ് അറ്റത്തുള്ള അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ്. ബാക്കിയുള്ള അപ്പൊ ഈ 2 പേരിലെ അതിനാടാ 2 പേരിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഷേപ്പ്, അവർക്കുള്ള ബോണ്ടിന്റെ പേരാണ് ബനാന ബോണ്ട്. അവരുടെ ബോണ്ടിന്റെ പേരിനാ ബനാന ബോണ്ട്, പഴം ബോണ്ട് എന്നറിയപ്പെടും. എന്തറിയപ്പെടും? പഴം ബോണ്ട് എന്നൊന്നും എഴുതി വെച്ചേക്കല്ല കേട്ടോ, ബനാന ബോണ്ട്സ്. അത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കി, ഈ ബോണ്ട് ഉണ്ടോ? ഈ 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, ഇവിടെ ഉള്ളതും ഇവിടെ ഉള്ളത് കണ്ടോ. ഇവരുടെ പ്രത്യേകത അതർ 2 ഹൈഡ്രജൻ ആറ്റംസ്, ഒരെണ്ണം മുകളിലും ഒരെണ്ണം എന്താ എബോവ് ദ പ്ലെയിൻ, അല്ലെങ്കിൽ മറ്റേ ബിലോ ദ പ്ലെയിൻ. അവര് വിളിക്കുന്ന പേരാണ് ബ്രിഡ്ജിങ് ഹൈഡ്രജൻ ആറ്റംസ്. അവർ വിളിക്കുന്ന പേരാണ് ബ്രിഡ്ജിങ്. അവരാണ് നമുക്കൊരു ശക്തി തരുന്നത്. ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു പാലം എന്നതാ, പാലത്തിൽ കൂടെ പോയാൽ പറ്റുമോ? ഇല്ല, അത് സ്ട്രോങ് ആ, സപ്പോർട്ടാ അല്ലെ. ഈ ബോറോണിന് സപ്പോർട്ട് കൊടുക്കുന്നവരാണ് എന്ത്? ഈ 2 ഹൈഡ്രജൻ ആറ്റംസ്, ഒരെണ്ണം മുകളിലും ഒരെണ്ണം എന്താ താഴെ. അപ്പൊ ഇവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്രിഡ്ജിങ് ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറയും. മറ്റവരെന്താ? ടെർമിനലാ, 4 അറ്റത്താ അല്ലെ. ഇപ്പൊ ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ് 4 എണ്ണം, ബ്രിഡ്ജിങ് ഹൈഡ്രജൻ ആറ്റംസ് 2 എണ്ണം കണ്ടോ. ഇവരുടെ എല്ലാം പ്രത്യേകം നോക്കി, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ 4 ഹൈഡ്രജൻ ആറ്റംസ് ഇല്ലേ ഇവര്, 4 ഹൈഡ്രജൻ ആറ്റംസ്, ഇവർക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ 2 സെന്ററും 2 ഇലക്ട്രോണും. ഓരോന്നിനും എത്ര വെച്ചിട്ടുള്ളത്? 2 സെന്ററും 2 ഇലക്ട്രോൺ. അപ്പൊ 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് അറിയപ്പെടും. ആ ബോണ്ടിന്റെ പ്രത്യേകത ഏതാ? 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ട്. ഏതാ ഇവർക്ക്? 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ട്. ഇനി അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ഇവർ 2 പേരോ? 4 പേർക്ക് 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ട്. നമ്മുടെ ഈ 2 പേര്, ഈ ബനാന ബോണ്ട് ഉള്ളവരുടെയോ, അവർക്ക് 2 അല്ലടാ, അവർക്ക് 3 സെന്റർ ഉണ്ട്. 3 സെന്റർ എത്രയുണ്ട്? 3 സെന്ററും 2 ഇലക്ട്രോണും ആണ്. ഞാൻ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 3 സെന്റർ എത്ര? 3 ഇലക്ട്രോൺ ആണോ? അല്ല, 3 സെന്ററും 2 ഇലക്ട്രോൺ ആണ്. 3 സെന്ററും 2 ഇലക്ട്രോൺ. അപ്പൊ 3 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബനാന ബോണ്ട് എന്നറിയപ്പെടും. ഇവരുടെ പേരാ ബനാന ബോണ്ട്. മനസ്സിലായല്ലോ മക്കളെ? നമ്മുടെ ഡൈബറൈൻ കഴിഞ്ഞു. ഡൈബറൈൻ എല്ലാ സംഭവങ്ങളും നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ അപ്പുറത്തോട്ടൊന്നും ചോദിക്കാനില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് എഴുതിയെടുക്കുക. ഇനി നമ്മൾ എന്താ പഠിക്കാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ അലോട്രോപ്സ് ഓഫ് കാർബൺസ് എന്ന് പഠിക്കുക. അത് സിമ്പിൾ ആണ്, അലോട്രോപ്സ് ഓഫ് കാർബൺ. കാരണം നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇത് ഡൈബറൈൻ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ടോപ്പിക് ഏതാണ്? അലോട്രോപ്സ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്താണ് മനസ്സിലാക്കണം? എന്താണ് ഈ അലോട്രോപ്സ് അല്ലെങ്കിൽ അലോട്രോപ്പി? ട്രോപ്പി എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് അലോട്രോപ്പി. എന്താണ് അലോട്രോപ്പി എന്ന് പറയുന്നത്? എക്സിസ്റ്റൻസ് ഓഫ് ആൻ എലമെന്റ് ഇൻ 2 or more ഫോംസ് വിത്ത് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോൺ ആസ് അലോട്രോപ്പി. അപ്പം അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിന് 2-ലധികം ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ സിനിമയിലെ ഏതായിരുന്നു? ദശാവതാരത്തിനകത്ത് ആരുടെ പേര് പറഞ്ഞു? ആള് 10 ഫോമിലല്ല നിൽക്കുന്നേ. അതേപോലെ തന്നെ നമ്മുടെ അന്യൻ റെമോ, അത് 3 പേരായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ കാർബണിനെ എന്ത് ചെയ്യും? കാർബണിനെ ഒരു സിനിമ ആക്കുവാണെങ്കിൽ കാർബണിന് എത്ര ഇതിൽ നിൽക്കാൻ പറ്റും? 3 ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും അല്ലെ. ആർക്ക്? കാർബൺ. ഓർക്കുക, 3 അല്ല, അതിലധികമായിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ ഓർക്കുക, എക്സിസ്റ്റൻസ് ഓഫ് ആൻ എലമെന്റ് ഇൻ 2 or more ഫോംസ്
രണ്ടോ രണ്ടിലധികമോ ഫോമിൽ നിൽക്കാൻ പറ്റുന്നതാണ് എന്ത് അലോട്രോപ്പി എന്ന് പറയുന്നത്. ആ അലോട്രോപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് സെയിം കെമിക്കൽ പ്രോപ്പർട്ടി ആൻഡ് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി. ഇവർക്കെല്ലാം എന്താ കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആണ്, പക്ഷെ ഫിസിക്കൽ പ്രോപ്പർട്ടി സെയിം ആണോ? അല്ല. കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഒക്കെ സെയിം ആയിരിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഹൈബ്രിഡൈസേഷൻ, ഇതൊക്കെ ഡിഫറെന്റ് ആണ്. മനസ്സിലായാലോ? ഇങ്ങനെയുള്ള ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് അലോട്രോപ്പി എന്ന് പറയും. പ്രോപ്പർട്ടി അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ മനസ്സിലായാലോ? എക്സിസ്റ്റൻസ് ഓഫ് an element in two or more forms with the same chemical properties and but different physical property. ഒരു എലമെന്റിന് രണ്ടിലധികം ഫോമിൽ നിൽക്കാൻ പറ്റുന്നു. ആ ഫോമിന്റെ പ്രത്യേകത എന്നതാ? സെയിം കെമിക്കൽ പ്രോപ്പർട്ടിയും ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടിയും ആണ്. ഇങ്ങനെയുള്ളവരെയാണ് അലോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ അലോട്രോപ്സ് എന്ന് വിളിക്കും. ഈ പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് അലോട്രോപ്പി എന്ന് വിളിക്കും. ഇനി നോക്കി, അതിന്റെ താഴെ ഞാൻ എഴുതിയിരിക്കുന്നത് കാർബൺ എക്സിസ്റ്റ് ഇൻ ടു ഫോംസ്. ഓക്കെ, അത് നിങ്ങൾ പഠിക്കും. +2 ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് നമ്മുടെ കെമിസ്ട്രിയിലെ സോളിഡ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിന്റെ അകത്ത് പഠിക്കുന്നത് തുടക്കം തന്നെ നമ്മൾ പഠിക്കുന്ന സാധനങ്ങളാണ്. 2 ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് സോളിഡ്. ഏതാ? ക്രിസ്റ്റലൈൻ ഫോമിൽ നിൽക്കും, അമോർഫസ് ഫോമിൽ നിൽക്കും. അതെന്നാന്നൊന്നും ഇപ്പൊ അറിയണ്ട, വെറുതെ പഠിച്ച് ബോറാക്കുന്നില്ല. അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അറിയേണ്ടത് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഇപ്പൊ കാർബൺ എക്സിസ്റ്റ് ചെയ്യുന്ന 2 ഫോമിലാണ്. ക്രിസ്റ്റലൈൻ ഫോമും ഉണ്ട്, അമോർഫസ് ഫോമും ഉണ്ട്. ഈ ക്രിസ്റ്റലൈൻ ഫോമിലുള്ള കാർബൺ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ക്രിസ്റ്റലൈൻ ഫോമിലുള്ള കാർബൺസ് ഏതൊക്കെയാ? ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ. ഓർക്കുക ഏതൊക്കെയാ? 3 ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ. ഇനി നമ്മുടെ അമോർഫസ് ഫോം വലിയ ഇമ്പോർട്ടന്റ് ഒന്നും കൊടുക്കണ്ട. അമോർഫസ് ഫോം ഏതൊക്കെയാ? ചാർക്കോള്, കോക്ക്, കാർബൺ ബ്ലാക്ക്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സാധനങ്ങളാ. ചാർക്കോള്, കോക്ക്, കാർബൺ ബ്ലാക്ക്, ഇതെല്ലാം എന്താ? അമോർഫസ് ഫോമാ. പക്ഷെ നമുക്കറിയേണ്ട ഫോംസ് ഏതൊക്കെയാ? 2 ഉണ്ട് ഫോക്കസ് ഏരിയയിൽ. പക്ഷെ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ക്രിസ്റ്റലൈൻ ഫോംസ്. ഏതാ? ക്രിസ്റ്റലൈൻ ഫോംസ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ. ഇനി നമുക്ക് ഇതിനെ ഓരോന്നും ചെക്ക് ചെയ്യണം. ഇപ്പൊ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ അറിയണം. അതിന്റെ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ ഇത് ചെയ്യേണ്ടത് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഈ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ കമ്പയർ ചെയ്ത് പഠിക്കുക. നമുക്ക് അതെങ്ങനെയാന്ന് ഞാൻ തന്നെ പഠിച്ചോളാം. ഓക്കെ, സോ നമുക്ക് നേരെ അലോട്രോപ്സ് ഓഫ് കാർബണിലേക്ക് പോവാം. അപ്പൊ നമ്മൾ 3 പഠിക്കാൻ വേണ്ടി പോവാണേ. ഒന്നാമത്തെ സാധനം ഏതാ? നമ്മുടെ അലോട്രോപ്സ് ഓഫ് കാർബൺ ക്രിസ്റ്റലൈൻ ഫോംസിലെ ഒന്നാമത്തെ ഐറ്റം ആണ്. നമ്മുടെ ഡയമണ്ടിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഡയമണ്ടിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ ഡയമണ്ട് നോക്കിയേ. ഡയമണ്ട് ഉണ്ടോ? ഒരുമാതിരി ഒരു എന്താ പറയുന്നത്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലേ. ഒരു 3D സ്ട്രക്ചർ അല്ലേ? മേളിലും താഴോട്ടൊക്കെ ഇങ്ങോട്ട് ചാഞ്ഞാടാൻ നോക്കാം. ഓക്കെ, സോ നമുക്ക് അതൊക്കെ ഒന്ന് സിമ്പിൾ ആക്കാൻ നോക്കാം. ഓക്കെ, ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ ആറ്റംസ് ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർത്തു വെക്കുക. കാർബൺ ആറ്റത്തിന്റെ പ്രത്യേകത എന്നതാ? അവിടെ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. എല്ലാം കാർബൺ തന്നെയല്ലേ? അലോട്രോപ്സ് ഓഫ് കാർബൺ ആണ്. ഇപ്പൊ കാർബൺ ഉണ്ട്, കാർബണും ഹൈഡ്രജൻ ആണ് കൂടുതലുള്ളത്. അപ്പൊ ഡയമണ്ടിനകത്തുള്ള കാർബണിന്റെ പ്രത്യേകത എന്താ? അത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അത് എന്ത് ഹൈബ്രിഡൈസ്ഡ് ആണ്? sp3. ഓർത്തു വെക്കുക, മറക്കല്ലേ. ഇത് sp3 ആ. ഇത് മാത്രമല്ല sp3. ബാക്കി ഇത് രണ്ടും എന്നതാ? നമ്മുടെ ഗ്രാഫൈറ്റും ഫുള്ളറിനും എന്താ? sp2 ആണ്. അപ്പൊ ഓർക്കുക, നമ്മുടെ ഡയമണ്ട് നമ്മുടെ നേരത്തെ ഡൈബറൈൻ പറഞ്ഞ പോലെ ഇവിടെയും എന്താണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചേക്കണേ. sp3 ഹൈബ്രിഡൈസേഷൻ. ഇത് നോക്കിയേ, അതിന്റെ ഈ ഒരു കാർബണുമായിട്ട് 4 ഹൈഡ്രജൻ ആണ് ലിങ്ക്. ഒരു കാർബണും എത്ര ഹൈഡ്രജനും? ഒരു കാർബണും 4 ഹൈഡ്രജനും കൂടെ ലിങ്ക് ആ ഇവിടെ ഡയമണ്ടിൽ. ഓർത്ത് നോക്കുക, അത് ഓർത്തില്ലേലും കുഴപ്പമില്ല. ഇനി നോക്കിയാൽ അതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ ഇറ്റ് ഹാസ് എ റിജിഡ് 3D നെറ്റ്വർക്ക് ഓഫ് കാർബൺ ആറ്റംസ്. നോക്കിയാൽ നിങ്ങൾക്ക് പടം തന്നെ കാണുമ്പോൾ പറയാം, ഇതൊരു 3D നെറ്റ്വർക്ക് അല്ലേ? ഒരുമാതിരി എന്താ പറയുന്നത്, വല പോലെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുക അല്ലെ? അപ്പൊ ഇറ്റ് ഈസ് എ 3D നെറ്റ്വർക്ക് ഓഫ് കാർബൺ ആറ്റംസ്. കാർബൺ ആറ്റംസിന്റെ എന്താണ്? ഒരു 3D നെറ്റ്വർക്ക് ആണ്. ഇനി പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കോവാലൻ ബോണ്ടാണ്. എന്താണ് ഈ കോവാലൻ ബോണ്ട്? കോബാലന്റെ ബോണ്ട് അല്ലെങ്കിൽ ഗോപാലിന്റെ ബോണ്ട് എന്ന് പറഞ്ഞാൽ കോവാലൻ ബോണ്ടിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് ഹാർഡ്, ഭയങ്കര കട്ടിയാ. ഓർക്കുക, അതുകൊണ്ട് തന്നെയല്ലേ ഡയമണ്ട് ഒക്കെ അല്ലേ ഓർക്കുന്നുണ്ടോ? ഗ്ലാസ് ഒക്കെ മുറിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഡയമണ്ട് ആവും. കാരണം അത്രയ്ക്ക് ഈ എർത്തിലെ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ചോദിച്ചാൽ ഏതാ? ഡയമണ്ട് ആ. നമ്മുടെ ഗോൾഡിനെക്കാട്ടിയും വിലയുള്ള സാധനമാണ് എന്ത്? ഡയമണ്ട് എന്ന് പറയാം. അത്രയ്ക്ക് ഹാർഡാ, പവറാ അല്ലെ? ഓർക്കുക, ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ എർത്ത്. എന്താ റീസൺ? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോവാലന്റ് ബോണ്ട്സ്. കണ്ടോ? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് കോവാലന്റ് ബോണ്ട്സ്. അതിന്റെ അർത്ഥം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കോവാലന്റ് ബോണ്ട് കൊണ്ടാണ്. അതങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പെട്ടെന്നൊന്നും ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഓർക്കുക, ഡയമണ്ട് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്. ഇനി ഓർത്ത് നോക്കിയേ, ഡയമണ്ട് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആ. അപ്പൊ അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ഞാൻ ഒരെണ്ണം പറഞ്ഞു, നമ്മുടെ ഗ്ലാസ് ഒക്കെ മുറിക്കാനായിട്ടും അതിന്റെ എഡ്ജസ് ഒക്കെ ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷാർപ്പണിങ് ഹാർഡ് ടൂൾസ്.
എന്ത് ചെയ്യും, നല്ല കട്ടിയുള്ള ടൂൾസിനെയൊക്കെ ഷാർപ്പ് ചെയ്യണ്ടേ, നമ്മൾ ഈ കോടാലിയൊക്കെ എടുത്ത് ഒറ്റ വെട്ടിനെല്ലാം കണ്ടം തുണ്ടാക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു, നല്ല ഷാർപ്പൻ ചെയ്യാനായിട്ട് നമ്മുടെ ആര് യൂസ് ചെയ്യാറുണ്ട്, ഡയമണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷാർപ്പനിങ് ഹാർഡ് ടൂൾസ്. പിന്നെ എന്താ, മേക്കിംഗ് ഡൈ ഉണ്ടാക്കാനായിട്ട്, അതൊന്നും ഓർത്തില്ല കുഴപ്പമൊന്നുമില്ല. പിന്നെ മാനുഫാക്ചർ ഓഫ് ടങ്സ്റ്റൺ ഫിലമെന്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ടും എന്തുണ്ടാക്കാറുണ്ട്, എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഡയമണ്ട്. അപ്പൊ ഡയമണ്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ sp3 ഹൈബ്രിഡൈസ്ഡ്. ഇനി അപ്പോഴാണ് ഓർത്തുക, ഗ്രാഫൈറ്റും ഫുള്ളറിനും എന്താ, sp2 ഹൈബ്രിഡൈസ്ഡ്. ഇനി ഇതിന്റെ സ്ട്രക്ചറിന്റെ പേരെന്താ, 3D നെറ്റ്വർക്ക് സ്ട്രക്ചർ, റിജിഡ് 3D നെറ്റ്വർക്ക് സ്ട്രക്ചർ ഓഫ് കാർബൺ ആറ്റംസ്. ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് ബോണ്ട് കൊണ്ടാ, കോവാലന്റ് ബോണ്ട് ഉണ്ട്. ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്, അറിയാം, ഇതിന്റെ യൂസ് അറിയാലോ. ഇത്ര ഉള്ളൂ നമ്മുടെ എന്ത്, ഡയമണ്ട്. ഇനി നമുക്ക് എന്തിലേക്ക് കടക്കാം, ഡയമണ്ട് കഴിഞ്ഞു, ഇനി നമ്മുടെ ഗ്രാഫൈറ്റിലേക്ക് കടക്കാം. ഓക്കെ മക്കളെ, അടുത്താണ് നമ്മുടെ ഗ്രാഫൈറ്റ്. പവർ വരട്ടെ. ഫുൾ തിയറി അല്ലേ, ഫുൾ തിയറി ആകുമ്പോൾ കുറച്ചൊക്കെ ബോറടിക്കും. കാരണം ഈ പഠിപ്പിക്കുന്ന സാറന്മാർക്ക് പോലും, ചില സാറന്മാർ, എനിക്കറിയത്തില്ല എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല, എനിക്കാണെങ്കിൽ തിയറി പഠിപ്പിക്കാനായിട്ട് ഇഷ്ടമില്ല. ഞാൻ മാത്സ് പഠിപ്പിക്കുന്നത്, പക്ഷെ മാത്സ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അതേപോലെ തന്നെ എന്താ പറയുന്നത്, നിങ്ങൾക്കും ചിലപ്പോഴൊക്കെ തിയറി പഠിക്കാനായിട്ട് എന്തായിരിക്കും ചില മടുപ്പുകളൊക്കെ കാണും. എനിക്കറിയില്ല നിങ്ങളുടെ കാര്യമല്ലേ അല്ലെ. ഇപ്പം എന്തായാലും മടുപ്പൊക്കെ മാറ്റി വെച്ച് നല്ല പവർ വരണം അല്ലെ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ പവർ എന്ന് പറഞ്ഞ ജർമ്മൻ വേർഡിൽ എന്താണ്, പവർ എന്ന് പറഞ്ഞ ജർമ്മൻ വേർഡില് പൊട്ടൻ എന്ന് അറിയപ്പെടുന്നു. പൊട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ എന്ന് പറയും. അത് 10ാം ക്ലാസ്സിലെ CBSE ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മതി. കെമിസ്ട്രിയിൽ PH എന്ന് കാണും. PH-നകത്ത് പിയുടെ ഫുൾ ഫോം ആണ് പൊട്ടൻസ്. പിയുടെ ഫുൾ ഫോം എന്താ, പൊട്ടൻസ്. പൊട്ടൻസ് മീൻസ് പവർ. ഓക്കെ, സോ ഗ്രാഫൈറ്റ്, നമ്മൾ രണ്ടാമത്തെ ഗ്രാഫൈറ്റിലേക്കാണ് കിടക്കുന്നത്. ആദ്യത്തെ നമ്മുടെ എന്താ, ആദ്യത്തെ നമ്മുടെ ഡയമണ്ട് ആയിരുന്നു. രണ്ടാമത്തെ ഏതാ, ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ നോക്കി, ഇതാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് നോക്കി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക അല്ലെ, ഒരെണ്ണം അതിന് താഴെ അതിന് താഴെ അതിന് താഴെ അങ്ങനെ പോവല്ലേ. പിന്നെന്താ, ഓരോ ലെയർ ആക്കി എടുത്ത് വെച്ചിരിക്കുകയല്ലേ. സോ ഇറ്റ് ഹാസ് ലെയർഡ് സ്ട്രക്ചർ. അതിന്റെ പടമൊക്കെ മനസ്സിങ്ങനെ ഓർക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുവാണെങ്കിൽ എന്താ ഓർക്കണം, എന്താ സ്ട്രക്ചർ, ലെയർഡ് സ്ട്രക്ചർ ആണ്. ലെയർഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഓർക്കുക, അടുക്കി വെച്ചിരിക്കുകയാണ്. ഇനി നോക്കിയ ഹൈബ്രിഡൈസേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏതാ, sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഏത് ഹൈബ്രിഡൈസേഷൻ, sp2 ഹൈബ്രിഡൈസേഷൻ. നമ്മുടെ ഡയമണ്ടിനെ ഹെൽഡ് ചെയ്തിരിക്കുന്ന ഏത് ഫോഴ്സാ, കോവാലന്റ് ബോണ്ടാ. നല്ല കട്ടിയുള്ള ഫോഴ്സ്, അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഇവിടുത്തെ ലേയേഴ്സോ ഗ്രാഫൈറ്റിന്റെ കാര്യത്തിൽ വാണ്ടർവാൾസ് ഫോഴ്സാ. മറ്റേത് കോവാലന്റാ, ഇതെന്നതാ വാണ്ടർവാൾസ് ഫോഴ്സ്. വാണ്ടർവാൾസ് എന്ന് പറഞ്ഞാൽ കട്ടി കുറവാടാ, ഒട്ടും കട്ടിയില്ല. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സിലുള്ള ഒരെണ്ണമാണ് എന്ത്, വാണ്ടർവാൾസ് ഫോഴ്സ് എന്ന് പറഞ്ഞു. ഇനി മക്കളെ ഒരു കാര്യം കൂടെ ഓർത്തേ, ഈ നിങ്ങൾ എല്ലാവരും ഗ്രാഫൈറ്റ് കണ്ടിട്ടുണ്ട്. എവിടെയാണെന്നറിയോ, ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻസിലില്ലേ, പെൻസിലിന്റെ ഏറ്റവും അറ്റത്തുള്ള മുനയില്ലേ, അത് പെട്ടെന്ന് പൊട്ടിപ്പോത്തില്ലേ. അപ്പം ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതാ, ആ പെൻസിലിന്റെ അറ്റത്തുള്ള മുന, അതാണ് എന്ത്, അതാണ് ഗ്രാഫൈറ്റ് എന്നറിയപ്പെടുന്നത്. അത് എല്ലാവരും ഒരു വട്ടമെങ്കിലും പെൻസിലിന്റെ മുന പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പെട്ടെന്ന് പൊട്ടിപ്പോത്തില്ല. അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ബോണ്ട് എന്താ, വാണ്ടർവാൾസ് ഫോഴ്സ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ വാണ്ടർവാൾസ് ബോണ്ടാ കേട്ടോ. ആ ഒരു കാരണം കൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. ഓർക്കുക, നമ്മുടെ കുഴപ്പമല്ല, വാണ്ടർവാൾസ് ബോണ്ടാണ്. ആ സമയത്ത് കോവാലന്റ് ബോണ്ടായിരുന്നു, പൊട്ടുമായിരുന്നോ, പൊട്ടത്തില്ല. ഓർക്കുക, sp2 ഹൈബ്രിഡൈസേഷൻ, ലെയർഡ് സ്ട്രക്ചർ, വാണ്ടർവാൾസ് ഫോഴ്സ്. ഇനി ഓർക്കുക, നോക്കിയേ മുകളിൽ നോക്കിയേ, മുകളിൽ നോക്കിയേ, എല്ലാം റിങ് ആയിട്ടല്ലേ. ഓരോ ലെയർ എടുക്കുകയാണെങ്കിൽ ഒരു റിങ് ഉണ്ട്. അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത് ഹെക്സഗണൽ റിങ്. മൊത്തം എത്ര എണ്ണം ഉണ്ട്, 6 കാർബൺ ഉണ്ട്. അതുകൊണ്ടാണ് ഹെക്സഗണൽ റിങ്. അതിന് ഫുൾ നെയിം ആയിട്ട് വിളിക്കുന്നത് പ്ലനാർ ഹെക്സഗണൽ റിങ് എന്ന് വിളിക്കും. എന്താണ് പ്ലനാർ ഹെക്സഗണൽ റിങ്? നമ്മുടെ ഡയമണ്ടിന്റെ കാര്യത്തിൽ പ്ലനാർ അല്ല, ഹെക്സഗണൽ അല്ല, ടെട്രാഹെഡ്രൽ അല്ല. എന്താണ് ടെട്രാഹെഡ്രൽ? നമ്മുടെ ഡയമണ്ടിന്റെ കാര്യത്തിൽ എന്താണ്, ടെട്രാഹെഡ്രൽ ആണ്. പക്ഷേ നമ്മുടെ ഗ്രാഫൈറ്റിന്റെ കാര്യത്തിൽ എന്താണ്, പ്ലനാർ ഹെക്സഗണൽ റിങ്. ഇനി നോക്കിയേ, ഞാൻ പറഞ്ഞു വാണ്ടർവാൾസ് ഫോഴ്സ് ആണ്. ഇതിനകത്ത് നോക്കിയേ, ഈ sp2 ഹൈബ്രിഡൈസേഷൻ, sp2-ല് 3 കാർബൺ ഉണ്ട്, 3 കാർബൺ ബോണ്ട് ഉണ്ട്. അതെന്താ, സിഗ്മ ബോണ്ട്സ് ആണ്. ഒരെണ്ണം എന്താണ്, പൈ ബോണ്ട്. അപ്പൊ 3 സിഗ്മ ബോണ്ടും ഇതിനകത്ത് എന്തൊക്കെയുള്ളത്, 3 സിഗ്മയും ഉണ്ട്, ഒരു പൈ ബോണ്ടും ഉണ്ട്. എവിടെയാണ്, നമ്മുടെ ഗ്രാഫൈറ്റിൽ. അത്ര ഒന്നും ചോദിക്കത്തില്ല. ഇനി ഓർത്ത് നോക്കാം മക്കളെ. ഇനി ഞാൻ പറഞ്ഞു പെട്ടെന്ന് കട്ടി കുറവാണ്, ഇത് എന്ത് ചെയ്യും, പെട്ടെന്ന് പൊട്ടിപ്പോകും എന്ന് പറഞ്ഞു. ഇപ്പൊ നോക്കിയേ, ഈ ഡ്യൂ ടു ലെയർഡ് സ്ട്രക്ചർ, ഇതിന്റെ സ്ട്രക്ചർ എന്താ, ലെയർ ആയിട്ടായതുകൊണ്ട് സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി ആണ്. സോഫ്റ്റ് എന്ന് പറയുന്നത് കട്ടി കുറവാണ്, സ്ലിപ്പറി എന്ന് പറയുന്നത് തെന്നിപ്പോകും അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇത് എന്ത് ചെയ്യും, തെന്നിപ്പോകാനായിട്ട് ഇത് എന്ത് ചെയ്യും, ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡ്രൈ ലൂബ്രിക്കന്റ് ഇൻ മെഷീൻസ്. മെഷീൻസിൽ എന്തായിട്ട് ഒരു ഡ്രൈ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യും. ലൂബ്രിക്കന്റ് ഒക്കെ അറിയാലോ. ഡ്യൂ ടു ഇറ്റ്സ് സ്ട്രക്ചർ എന്താ, ലേയേർഡ് സ്ട്രക്ചർ ആണ്. ലേയേർഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി. അതെന്താണ്, സോഫ്റ്റും ആണ് സ്ലിപ്പറിയും ആണ്. അപ്പൊ അതുകൊണ്ട് ഈ കാരണം കൊണ്ട് എന്ത് ചെയ്യും, ഇത് ഡൈ ലൂബ്രിക്കന്റ് ആയിട്ട് എന്ത് ചെയ്യും, യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായല്ലോ? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഇതിന്റെ അകത്ത് ഓർത്തിരിക്കേണ്ടത്. ഇനി ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഗ്രാഫൈറ്റ് പറഞ്ഞു. ഇനി അടുത്ത ഓർത്ത് നോക്കി, ഇതിനകത്ത് 3 സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ആണെന്ന് പറഞ്ഞു. എന്തൊക്കെയാ ഉള്ളത്, 3 സിഗ്മ ബോണ്ടും ഉണ്ട്,
ഒരു പൈ ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് അപ്പം ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ഇതെല്ലാം ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺസ് എന്താ? മൊബൈൽ ആണ്. ഇലക്ട്രോൺസ് അല്ല എന്നാ മൊബൈൽ, നമ്മുടെ നോക്കിയയുടെ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഫോൺ എന്നാണ് അർത്ഥം അല്ല. ഇതെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു. സോ ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ക്രിസ്റ്റലൈൻ ഫോം ആണ് ഫുള്ളറിങ്സ് എന്ന് പറയുന്നത് അല്ലെ. ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണോ? ഇനി ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ നിങ്ങളെ ഇനി ഭാവിയിൽ വേറെ ഏതെങ്കിലും കോഴ്സുകളിലേക്ക് പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു പേര് കേൾക്കും. ആ ടോപ്പിക്കിന്റെ പേരാണെന്നാണ് എന്ത്? ഫുള്ളറിങ്സ് എന്ന് പറഞ്ഞത്. എന്താണ് മക്കളെ ഈ ഫുള്ളറിങ്സ് എന്ന് പറഞ്ഞാൽ? ഫുള്ളറിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള അലോട്രോപിക് ഫോം ഓഫ് കാർബൺ ആണ്. അതിന്റെ ഷേപ്പ് നോക്കിയതുണ്ടോ? ഒരു ഫുട്ബോൾ പോലെ ഇരിക്കുന്നുണ്ടോ താഴെ ഇരിക്കുന്നേ? ഇവിടെ ഇരിക്കുന്ന ഈ ഫുട്ബോളിനെ വിളിക്കുന്ന പേരാണ് ഫുള്ളറിങ്സ്. അപ്പൊ ഇതിനെ നോക്കിയ ഒരു കേജിലേക്ക്, ഒരു ഗുഹയോ അതുപോലെ അപ്പൊ നമ്മൾ എന്ത് വിളിക്കുന്നതിനെ? കേജ് ലൈക്ക് സ്ട്രക്ചർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഇറ്റ് ഹാസ് എ കേജ് ലൈക്ക് സ്ട്രക്ചർ. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഇത് ഒരെണ്ണമല്ല, ഇത് പല ഫോംസ് ഉണ്ട്. ഫുള്ളറിങ്സ് തന്നെ പല രീതിയിലുണ്ട് കേട്ടോ. C60, C60, C70, C76, C84, C120 അങ്ങനെ കുറെ ഫോംസ് ഉണ്ട് ഇത് ഫുള്ളറിങ്സിന്. അപ്പൊ ഫുള്ളറിങ്സ് ഇറ്റ്സ് എ ഹാവിംഗ് എ കേജ് ലൈക്ക് സ്ട്രക്ചർ ആൻഡ് പലതരത്തിലുള്ള ഫോംസ് ഉണ്ട്. അതേതൊക്കെയാ? C60, C70, C76, C84. ഇത് നോക്കിയേ, ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം. ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ ഏതാ? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഫുള്ളറിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ ഓർക്കുക, അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ ഏതാ? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം. അപ്പൊ ഓർക്കുക, ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. 3 സിഗ്മ ബോണ്ട് ഉണ്ട്. എത്ര ബോണ്ട് ഉണ്ട്? 3 സിഗ്മ ബോണ്ട്സ്. നേരത്തെ ആയിരുന്നു 3 സിഗ്മ ബോണ്ട് ഒരു പൈ ബോണ്ടും ആയിരുന്നു. ഇവിടെ 3 സിഗ്മ ബോണ്ട്, കേജ് ലൈക്ക് സ്ട്രക്ചർ, sp2 ഹൈബ്രിഡൈസേഷൻ. ഇത് ഇനി ഏറ്റവും മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് നമ്മുടെ C60 ഏറ്റവും മെയിൻ ആയിട്ട് ഓർക്കേണ്ട ആരെയാ? C60 ആണോ? മോസ്റ്റ് കോമൺലി യൂസ്ഡ് C60. ഇവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇവനാ മിനിസ്റ്റർ. നമ്മുടെ ഫുള്ളറിങ്സിന്റെ എല്ലാവരെയും മിനിസ്റ്റർ, മന്ത്രിയായിട്ട് ഏറ്റവും ടോപ്പിലേക്ക് ആരാണ്? ഒരു C60. ഇവരെ വിളിക്കുന്ന പേരാണെന്ത്? ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ. എന്താ വിളിക്കുന്നത്? ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ. ഓർക്കുക, C60, C60നെ വിളിക്കുന്ന പേരെന്താ? ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ. മനസ്സിലായല്ലോ? ഇത് ഓർത്തിരിക്കേണ്ട സാധനമാണ്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കി, ഇതിന്റെ പ്രത്യേകത എന്നതാ? 26 6 മെമ്പേർഡ് റിംഗ്സും 12 5 മെമ്പേർഡ് റിംഗ്സും ആണുള്ളത്. ഇതിനകത്ത് എന്തൊക്കെയുള്ളത്? 26 6 മെമ്പേർഡ് റിംഗ്സും 12 5 മെമ്പേർഡ് റിംഗ്സും. 26 എണ്ണം എന്താണ്? 6 മെമ്പേർഡും ആണ്. 12 എണ്ണം എന്താ? 5 മെമ്പേർഡും ആണ്. മനസ്സിലായല്ലോ? അപ്പൊ 26 6 മെമ്പേർഡ് റിംഗ്സും പിന്നെ എന്നതാ? 12 5 മെമ്പേർഡ് റിംഗ്സും ആണ് ഇതിനകത്തുള്ളത്. 5 മെമ്പേർഡ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ ഉള്ള റിംഗ് 26 എണ്ണതും 5 കാർബൺ ഉള്ള റിംഗ് എത്രയാ? 12 എണ്ണവും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫുള്ളറിങ്സ്. ഇനി ഓർത്തിരിക്കേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ഈ ഫുള്ളറിങ്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ഗ്രാഫൈറ്റ് വേണം. ഈ ഗ്രാഫൈറ്റിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഫുള്ളറിൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് ഓഫ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിന് എന്ത് ചെയ്യുക? ചൂടാക്കുവാടാ. ഗ്രാഫൈറ്റിനെ ചൂടാക്കുന്നത് എങ്ങനെയാ? ഇൻ ആൻ ഇലക്ട്രിക് ആർക്ക്. അവിടെ എന്തുണ്ട്? ഇലക്ട്രിക് ആർക്ക് ഉണ്ട്. ഇൻ പ്രസൻസ് ഓഫ് ഇനേർട്ട് ഗ്യാസസ് ലൈക്ക് ഹീലിയം ഓർ ആർഗൺ. ഹീലിയത്തിന്റെയോ ആർഗന്റെയോ പ്രസൻസിൽ എന്ത് ചെയ്തു? നമ്മുടെ ഗ്രാഫൈറ്റിനെ ചൂടാക്കുന്നു. എവിടെയാ? ഇൻ ആൻ ഇലക്ട്രിക് ആർക്ക്. ഓർക്കുക, എങ്ങനെയാ പ്രിപ്പറേഷൻ? ഗ്രാഫൈറ്റിനെ ചൂടാക്കുന്നു. ഗ്രാഫൈറ്റ് എന്നാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞേ. ഗ്രാഫൈറ്റിനെ ചൂടാക്കുന്നു. ഗ്രാഫൈറ്റിനെ ചൂടാക്കുന്ന എന്തിന്റെ പ്രസൻസിലാ? ഹീലിയത്തിന്റെയോ അല്ലെങ്കിൽ ആർഗൺ. ഇവരെല്ലാം ഇനേർട്ട് ഗ്യാസസ് ആണ്, നമ്മുടെ നോബിൾ ഗ്യാസസ്. അപ്പൊ ഹീലിയത്തിന്റെയോ ആർഗന്റെയോ പ്രസൻസിൽ ഗ്രാഫൈറ്റിനെ ചൂടാക്കുന്നു. ഇൻ ആൻ ഇലക്ട്രിക് ആർക്ക്. ഇലക്ട്രിക് ആർക്ക്. മനസ്സിലായല്ലോ? അപ്പൊ പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് ഓഫ് ഗ്രാഫൈറ്റ് ഇൻ ആൻ ഇലക്ട്രിക് ആർക്ക് ഇൻ പ്രസൻസ് ഓഫ് ഇനേർട്ട് ഗ്യാസസ് ലൈക്ക് ഹീലിയം ഓർ ആർഗൺ. ഇത്ര ഓർത്താൽ മതി. ഫുള്ളറിൻ നമ്മുടെ 3 എണ്ണം കഴിഞ്ഞു. ഡയമണ്ട് കഴിഞ്ഞു, ഗ്രാഫൈറ്റ് കഴിഞ്ഞു, ഫുള്ളറിൻ കഴിഞ്ഞു. ഇതിനകത്ത് ഫുള്ളറിന്റെ അകത്ത് ഓർക്കേണ്ടത് കേജ് ലൈക്ക് സ്ട്രക്ചർ, പല ഫോംസ് ഉണ്ട്. ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. C60. പിന്നെ അതിന്റെ അകത്ത് 26 6 മെമ്പേർഡ് റിംഗ്സും 12 5 മെമ്പേർഡ് റിംഗ്സും. അതേപോലെ തന്നെ ഗ്രാഫൈറ്റ് ഇലക്ട്രിക് ആർക്കിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? ഹീലിയത്തിന്റെയോ ആർഗന്റെയോ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? ഗ്രാഫൈറ്റിനെ ചൂടാക്കുന്നു. ഓർക്കാം. പിന്നെ നോക്കി, 3 സിഗ്മ ബോൺസ് ആണ് ഉള്ളത്. ബാക്കിയുള്ള ഇലക്ട്രോൺസ് എല്ലാം എന്താ? അതിന്റെ മോളിക്കുലാർ ഓർബിറ്റൽസിൽ ഡീലോക്കലൈസ്ഡ്. അതിന്റെ എവിടെയാണ്? മോളിക്കുലാർ ഓർബിറ്റൽസിൽ എന്തുണ്ട്? അതുണ്ട്. മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട്. എല്ലാത്തിനും ഉണ്ടല്ലോ മോളിക്കുലാർ ഓർബിറ്റൽസ്. അവിടെ എന്താണ്? ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ്. അവിടെ കയറി അങ്ങോട്ട് ഒളിച്ചിരിക്കുക. അപ്പൊ ഇതിന് എന്തുണ്ട്? ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി ആണ് എന്ത്? നമ്മുടെ സ്മെല്ല്, അരോമാറ്റിക് പ്രോപ്പർട്ടി കേട്ടോ. അതിനെന്തുണ്ട്? അരോമാറ്റിക് പ്രോപ്പർട്ടി. ഇതിനൊക്കെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്താൽ അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഒന്നും അല്ല. മോളിക്കുലാർ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ് ആണ്. അവിടെ എന്താണ്? അരോമാറ്റിക് പ്രോപ്പർട്ടി അതുകൊണ്ട് കാണിക്കും. അപ്പൊ നമ്മുടെ ഏതാ കഴിഞ്ഞിരിക്കുന്ന ഇത്ര നേരം പഠിപ്പിച്ചിട്ടുള്ളത്? അലോട്രോപ്സ് ഓഫ് കാർബൺ ആണ്. അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അലോട്രോപ്സ് ഓഫ് കാർബണിൽ ക്രിസ്റ്റലൈനേ ഉള്ളു കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഏതാ? നമ്മുടെ
അമോർഫസ് ഫോമും കൂടെ ഇതിനകത്തൊന്ന് പഠിക്കണം. അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഏത് കഴിയും? അലോട്രോപ്സ് ഓഫ് കാർബൺ കഴിയും. അതിനുശേഷം കുറച്ച് ചെറിയ രണ്ട് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ പഠിക്കാനായിട്ട്. നോക്കിയാൽ മക്കളെ, നമ്മുടെ അടുത്തത് അമോർഫസ് ഫോം ഓഫ് കാർബൺ. നമ്മൾ ക്രിസ്റ്റലൈൻ ഫോം 3 പഠിച്ചു, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ. അടുത്തത് അമോർഫസ് ഫോംസ്. ഇതെല്ലാം നമ്മുടെ അലോട്രോപ്സ് ആണ്. അമോർഫസും അലോട്രോപ്സ് രണ്ടാണ്. അലോട്രോപ്സിനകത്ത് വരുന്നതിനകത്തല്ല ഇത് അമോർഫസ് വരുന്നത്. നമ്മുടെ കാർബണിനെ രണ്ടായിട്ട് തിരിക്കാം. അതിൽ ഒരെണ്ണമാണ് അമോർഫസ്, ക്രിസ്റ്റലൈൻ അമോർഫസ്. അതിലെ അമോർഫസ് ഫോം ഓഫ് കാർബൺ ആണ് നമ്മൾ പഠിക്കുന്നത്. നോക്കിയേ, ആദ്യത്തെ 3 ഏതാ? 3 ഉണ്ട്. ഒന്നാമത്തെ ചാർക്കോള്, രണ്ടാമത്തെ കോക്ക്, മൂന്നാമത്തെ ഏതാ? കാർബൺ ബ്ലാക്ക്. അപ്പൊ ചാർക്കോള്, കോക്ക്, കാർബൺ ബ്ലാക്ക്, ഈ 3 ഫോം കാർബണിന്റെ അമോർഫസ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ കാർബണിന്റെ അമോർഫസ് ഫോം ഏതൊക്കെയാ? ചാർക്കോള്, കോക്ക്, കാർബൺ ബ്ലാക്ക്. ഇനി നമുക്ക് ഇതിനെല്ലാം എങ്ങനെ പ്രിപ്പറേഷൻ? വലിയ ഇമ്പോർട്ടന്റ് അല്ല മക്കളെ, ഇത് അങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ചോദിക്കാൻ ചാൻസ് കുറവെന്നല്ല, ചോദിക്കത്തില്ല. കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ബേണിംഗ് ഹൈഡ്രോ കാർബൺസ് ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. അതായത് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബണും ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ട്സ്. നമ്മൾ മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ അങ്ങനെയൊക്കെ പറയത്തില്ലേ? അവരെല്ലാം എന്ത് ചെയ്യണം? ബേൺ ചെയ്യണം. അവരെല്ലാം കത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാർബൺ ബ്ലാക്ക് കിട്ടും. പക്ഷെ പ്രത്യേകത ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. ഫുൾ എയർ കൊടുക്കണോ? വേണ്ട, കുറച്ച് എയർ കൊടുത്താൽ, ഓക്സിജൻ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കാർബൺ ബ്ലാക്ക് കിട്ടും. അപ്പൊ കാർബൺ ബ്ലാക്കിനെ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഹൈഡ്രോ കാർബൺസിനെ ഹീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ബേൺ ചെയ്യണം ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. ഹൈഡ്രോ കാർബൺസ് ബേൺ ചെയ്യണം ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. നോക്കിയേ, ചാർക്കോൾ ആൻഡ് കോക്ക്. ചാർക്കോളിനെയും കോക്കിനെ എങ്ങനെയാ? ആദ്യത്തെ 2 ചാർക്കോളും കോക്കും അല്ലേ? ഇതിനെ ഹൈഡ്രോ കാർബൺസിനെ ഹീറ്റ് ചെയ്താൽ മതി. ഈ ചാർക്കോൾ എന്നാ നമുക്ക് അറിയാലോ, കൽക്കരിയൊക്കെ ഇല്ലേ? അതിന് എന്ത് ചെയ്താൽ മതി? നമ്മുടെ തടി അങ്ങോട്ട് കത്തിച്ചാൽ പോരെ. കണ്ടോ, ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഹീറ്റിംഗ് വുഡ് ഇൻ ആബ്സെൻസ് ഓഫ് എയർ. ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് ആബ്സെൻസ് ഓഫ് എയറിൽ ചൂടാക്കുമ്പോഴേക്കും എന്ത് കിട്ടും? നമുക്ക് ചാർക്കോൾ കിട്ടും. അതേപോലെ കോക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തിനെ ചൂടാക്കിയാൽ മതി? കോളിനെ ചൂടാക്കിയാൽ മതി. കണ്ടോ, കോക്ക് കിട്ടണമെങ്കിൽ എന്താ? കോളിനെ ചൂടാക്കണം. അതേപോലെ തന്നെ ചാർക്കോൾ കിട്ടണമെങ്കിൽ എന്ത് ചൂടാക്കണം? വുഡ് ചൂടാക്കണം. കേട്ടോ, അപ്പൊ ചാർക്കോളിന് വുഡും കോക്കിന് എന്താ? കോളും ചൂടാക്കണം അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇൻ ആബ്സെൻസ് ഓഫ് എയർ. എയർ ഇല്ലാതെ എന്ത് ചെയ്യണം? ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യണം? ചൂടാക്കണം. ഇപ്പൊ കാർബൺ ബ്ലാക്കിനെ ഹൈഡ്രോ കാർബൺസിനെ ചൂടാക്കുക, ചാർക്കോളും കോക്കിനെ എന്താ? വുഡും പിന്നെ അതേപോലെ തന്നെ കോൾ. ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ എന്ത്? അമോർഫസ് ഫോം അല്ലെങ്കിൽ അലോട്രോപ്സും കഴിഞ്ഞു. ഇനി നമ്മൾ കാർബണിന്റെ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള നമ്മുടെ കാർബൺ മോണോക്സൈഡിനെ പറ്റിയാണ് പഠിക്കാൻ വേണ്ടി. മക്കളെ, നമ്മുടെ 3ാമത്തെ ടോപ്പിക്കാണ് കാർബൺ മോണോക്സൈഡ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. നമുക്ക് കാർബൺ മോണോക്സൈഡ് എന്നാന്നറിയാം. കാർബണും ഓക്സിജനും, മോണോ ഓക്സൈഡ് അതായത് ഒരു ഓക്സിജനും, അതായത് CO. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? CO. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന്റെ നമുക്ക് അറിയേണ്ടത് വേറെ ഒന്നും അറിയേണ്ട, ഇതിന്റെ പ്രിപ്പറേഷൻ അറിഞ്ഞാൽ മതി. പ്രിപ്പറേഷൻ കാർബണും ഓക്സിജനും കൂടെ ചേരുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അതിനകത്ത് എന്ത് വേണം? ഒരു കാർബണും കുറച്ച് ഓക്സിജനോടെ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? കാർബൺ മോണോക്സൈഡ് ആയി, സംഭവമായി. നോക്കി, പ്രിപ്പറേഷൻ ഒന്നാമത്തെ എന്താ? കാർബൺ ബേൺസ് ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ ടു ഗിവ് CO. ഈ ബേൺ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഓക്സിജൻ കയറി വരുന്നുണ്ട്. അപ്പൊ കാർബൺ ബേൺസ് ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. കാർബണും കുറച്ച് ഓക്സിജനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കാർബൺ മോണോക്സൈഡ് കിട്ടും. കാർബൺ 2 2 കാർബൺ, പിന്നെ ഓക്സിജൻ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഒരു ഓക്സിജൻ. കണ്ടോ, ഇപ്പൊ 2 കാർബൺ ഒരു ഓക്സിജനോട് എടുത്തു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാ? ബേൺ ചെയ്യല്ലേ? ഹീറ്റ് ചെയ്യല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ മേളില് ഈ ഇതിട്ടേക്കുന്നത്. എന്ത് കിട്ടും നമുക്ക്? 2 കാർബൺ മോണോക്സൈഡ്, 2 CO. മനസ്സിലായല്ലോ? അപ്പൊ കാർബൺ ബേൺസ് ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. കാർബൺ കുറച്ച് എയറുമായിട്ട് ബേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാർബൺ മോണോക്സൈഡ്. സംഭവം സിമ്പിൾ അല്ലേ? ഇത് ഓർത്ത് വെക്കുക. ഓർത്തില്ലേലും കുഴപ്പമില്ല, ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഇത് ചോദിക്കാൻ ചാൻസ് പ്രിപ്പറേഷൻ 3ാമത്തെ ആണ്. ഇപ്പൊ 2ാമത്തെ നോക്കിയേ. 2ാമത്തെ എന്ന് പറഞ്ഞാൽ എന്താ? 1ാമത്തെ കഴിഞ്ഞു, 2ാമത്തെ പ്രിപ്പറേഷൻ നോക്കിയേ. ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ഫോമിക് ആസിഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4 at 373 Kelvin. നമ്മുടെ ഫോമിക് ആസിഡ് ഉണ്ട്. ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറുമ്പൊക്കെ ഇല്ലേ? ഉറുമ്പിനകത്തൊക്കെ കാണുന്ന ആസിഡാണ് എന്ത്? ഫോമിക് ആസിഡ് അല്ലെങ്കിൽ മെഥനോയിക് ആസിഡ് എന്നൊക്കെ പറയും. ഒരു ആസിഡ് തന്നെ ഒരു ഹൈഡ്രജൻ. കണ്ടോ, HCOH, മെഥനോയിക് ആസിഡ് അല്ലെ? ഒരു കാർബണേ ഉള്ളൂ അവിടെ കാണുന്നത്, HCOH, മെഥനോയിക് ആസിഡ്. അപ്പൊ അതിനെ എന്ത് ചെയ്യുക? ഡീഹൈഡ്രേഷൻ ചെയ്യുക. എന്താ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ? ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വെള്ളം അങ്ങോട്ട് വലിച്ചെടുക്കുക. ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡിനെ ഡീഹൈഡ്രേഷൻ ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ഏതാ? കോൺസെൻട്രേറ്റഡ് H2SO4 ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ CO കിട്ടും, കൂടെ വെള്ളവും ഉണ്ടാവും അല്ലെ? വെള്ളത്തിന് മാറ്റിയില്ലേ? അപ്പൊ അതുകൊണ്ട് വെള്ളം പോകും. ഓർക്കുക, ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡിനെ എന്ത് ചെയ്യാൻ പോവാ? ഡീഹൈഡ്രേഷൻ ചെയ്യാൻ പോവാ. ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ HCOOH. അതിനെ
ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4. H2SO4 പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കാർബൺ മോണോക്സൈഡ് കിട്ടി. അപ്പൊ രണ്ടെണ്ണമായി. ഒന്ന് കാർബണും ഓക്സിജനോട് റിയാക്ട് ചെയ്തപ്പോൾ കാർബൺ മോണോക്സൈഡ് കിട്ടി. രണ്ടാമത്തെ എന്നതാ നമ്മുടെ ഫോമിക് ആസിഡ് ഉണ്ടായിരുന്നു. ഫോമിക് ആസിഡിനെ എന്ത് ചെയ്തു? ഡീഹൈഡ്രേഷൻ ചെയ്തു. ഡീഹൈഡ്രേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എന്തിന്റെ പ്രസൻസ്? കോൺസെൻട്രേറ്റഡ് H2SO4 പ്രസൻസ് ചെയ്തപ്പോഴും കാർബൺ മോണോക്സൈഡ് കിട്ടി. പക്ഷെ ഇതിനെക്കാട്ടി എല്ലാം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മൂന്നാമത്തെ പ്രിപ്പറേഷൻ. ഏത് പഠിച്ചാലും, അതായത് ആദ്യത്തെ രണ്ടാമത്തെയും പഠിച്ചില്ലാലും കുഴപ്പമില്ല, മൂന്നാമത്തെ പഠിച്ചു വെച്ചേക്കണം. എന്താണ്? കൊമേഴ്ഷ്യലി എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്? എങ്ങനെയാ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത്? കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയലി അല്ലെ, ഇൻഡസ്ട്രിയലി എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്? പാസിംഗ് സ്റ്റീം ഓവർ റെഡ് ഹോട്ട് കോക്ക്. റെഡ് ഹോട്ട് കോക്ക്, അതായത് നമ്മൾ ഇത് പഠിച്ചിട്ടുള്ള സാധനമാണ്. നമ്മൾ ആ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് പ്രിപ്പറേഷൻ. ഹൈഡ്രജന്റെ പ്രിപ്പറേഷനിൽ അതേ പ്രിപ്പറേഷൻ തന്നെയാണ് ആർക്കും ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്, കാർബൺ മോണോക്സൈഡ്. ഓർക്കുക, കാർബൺ മോണോക്സൈഡിന്റെ പ്രിപ്പറേഷനും ഹൈഡ്രജന്റെ പ്രിപ്പറേഷനും അങ്ങനെ ഓർത്ത് വെക്കുക. രണ്ടിനും ഒരേ പ്രിപ്പറേഷൻ. എന്താ? നമ്മുടെ കാർബൺ എന്ന് പറഞ്ഞാൽ ഏതാ? റെഡ് ഹോട്ട് കോക്ക് അല്ലെ. കാർബൺ എന്ന് പറഞ്ഞാൽ കോക്ക് ആണെന്ന് നമ്മൾ കുറച്ചു മുമ്പേ പഠിച്ചു അല്ലെ. കാർബൺ കോക്ക് ആണ്, ഗ്രാഫൈറ്റ് ആണ്, ഡയമണ്ട് ആണ്, അങ്ങനെ കുറെ ഉണ്ട്. ഒരു റെഡ് ഹോട്ട് കോക്കിനെ നമ്മൾ എങ്ങോട്ട് ഇടും? സ്റ്റീം. സ്റ്റീം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആവി. ആവി എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് H2O തന്നെയാണ്. ഇപ്പൊ കാർബണിനെ റെഡ് ഹോട്ട് കോക്ക്, ഇപ്പൊ കാർബൺ എന്ന് പറഞ്ഞാൽ റെഡ് ഹോട്ട് കോക്ക് ആണ്. അതിനെ പാസിംഗ് ഓവർ സ്റ്റീമിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CO-യും H2. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് കേട്ടോ, CO-യും H2. ഇതിനെ വിളിക്കുന്ന പേരാണ്, ഈ മിക്സ്ചറിനെ വിളിക്കുന്ന പേര് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിങ്ക് ഗ്യാസ്. ഓർക്കുന്നില്ലേ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്? ഓർക്കുക, കാർബൺ എന്ന് പറഞ്ഞാൽ റെഡ് ഹോട്ട് കോക്കും സ്റ്റീമിലേക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? CO+H2O കിട്ടും. CO+H2O ഇല്ല, CO+H2. C+H2O is CO+H2. ഇതിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിങ്ക് ഗ്യാസ്. ഇനി അടുത്തതാണ്, ഈ സ്റ്റീമിന് വരെ നമ്മൾ എയറിലോട്ട് ഇടുന്നെങ്കിൽ, എയറിന്റെ അതിനകത്ത് എന്തുണ്ട്? നൈട്രജൻ ഇല്ലേ. അപ്പൊ കാർബണും ഉണ്ട്, എയറിന്റെ അകത്ത് ഓക്സിജനും ഉണ്ട്, നൈട്രജനും ഉണ്ട്. ഇത് എയറാ. ഇപ്പൊ ഉണ്ടോ? ഓക്സിജനും നൈട്രജനോടെ വന്നു കഴിയുമ്പോൾ എന്താവും? കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. CO ഉണ്ടായി കേട്ടോ, 2 CO ഉണ്ടായി. ഇപ്പൊ നമുക്ക് 2 കാർബണും ഒരു ഓക്സിജനോട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ 2 CO. നമുക്ക് ഇതല്ലേ വേണ്ടത്? കൂടെ ആരും കൂടെ ഉണ്ട്? നൈട്രജനും ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൊഡ്യൂസർ ഗ്യാസ്. അപ്പൊ ചോദിക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്താണ് പ്രൊഡ്യൂസർ ഗ്യാസ്? പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് വെച്ചാൽ CO+N2. എന്താണ് വാട്ടർ ഗ്യാസ്? CO+H2. കണ്ടോ, H2ഉം N2ഉം മാറുമ്പോൾ രണ്ടിനും രണ്ട് പേരാ. അപ്പൊ CO+H2 എന്ന് പറഞ്ഞാൽ വാട്ടർ ഗ്യാസ്, CO+N2 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസർ ഗ്യാസ്. അപ്പൊ ഓർക്കുക, ഈ പ്രിപ്പറേഷൻ പഠിക്കുക. കാർബൺ മോണോക്സൈഡിന്റെ പ്രിപ്പറേഷൻ ആണ്. ഒരെണ്ണം എന്താണ്? സ്റ്റീമിലേക്ക് റെഡ് ഹോട്ട് കോക്കിനെ എടുത്തു. അപ്പൊ C+C, റെഡ് ഹോട്ട് കോക്ക് എന്ന് പറഞ്ഞാൽ C, സ്റ്റീം എന്ന് പറഞ്ഞാൽ H2. അപ്പൊ C+H2O gives CO+H2. ഈ സ്റ്റീമിന് വരെ നമ്മൾ എയറിലേക്ക് കൊണ്ടിടുന്നതായിരിക്കും. എയറിൽ എന്തുണ്ട്? നൈട്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പൊ കാർബൺ പ്ലസ് ഓക്സിജൻ പ്ലസ് നൈട്രജൻ ആണെങ്കിൽ അവിടെയും CO+N2. ഇതാണ് പ്രൊഡ്യൂസർ ഗ്യാസ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഇനി കുറച്ച് പ്രോപ്പർട്ടി, വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി അല്ല, അതും കൂടി ഒന്ന് നോക്കിക്കളയാം. മകളെ, കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഒന്നല്ല. ഓർത്തിരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, ഇല്ലെങ്കിൽ വിട്ടു കളയുക. പ്രോപ്പർട്ടി നോക്കിയാൽ ഒന്നാമത്തെ ഏതാ? കളർലെസ് ആണ്. കളർ ഉണ്ടോ? കളർ ഇല്ല. രണ്ടാമത്തെ ഏതാ? ഓർഡർലെസ്, സ്മെൽ ഇല്ല. ഓർക്കുക, ഒന്നാമത്തെ കളർ ഇല്ല, സ്മെൽ ഇല്ല. പിന്നെ എന്താ? ടോക്സിക് ആണ്. ടോക്സിക് എന്ന് പറയുന്നത് വിഷമുള്ളതാണ്. ഓർക്കുക, കളറില്ല, മണമില്ല, പക്ഷെ എന്താ? കഴിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ടോക്സിക് ആണ്. അപ്പൊ കളറും മണമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാനൊന്നും തോന്നുന്നില്ല. ടോക്സിക് ആണ്. അല്ല, കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ. ഇനി ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ അല്ലെ. ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അത് വെള്ളത്തിൽ സൊല്യൂബിൾ ആണോ? അല്ല, പെട്ടെന്നൊന്നും അങ്ങനെ വെള്ളത്തിൽ സൊല്യൂബിൾ അല്ല. പിന്നെ ഓർത്തിരിക്കേണ്ട വേറൊരു പോയിന്റ് ആണ് പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ്. ഈ പോയിന്റ് മാത്രം വേണമെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചോ. ഇതെന്താണ്? പവർഫുൾ ആയിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. പവർഫുൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റൽ ഓക്സൈഡിനെ ഇവർ എന്താക്കി മാറ്റും? മെറ്റൽ ഓക്സൈഡിനെ മെറ്റൽ ആക്കി മാറ്റും. അതിന്റെ ഇക്വേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, റിയാക്ഷൻ അത്രയൊന്നും ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. മെറ്റൽ ഓക്സൈഡിനെ എന്താക്കി മാറ്റും? മെറ്റൽ ആക്കി മാറ്റും. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ആ റിയാക്ഷൻ ഒന്നും പഠിക്കണ്ട കേട്ടല്ലോ. അതിന്റെ അകത്ത് ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഓർക്കുക, കളറില്ല, മണമില്ല, പക്ഷെ ടോക്സിക് ആണ്, ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്, പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇനി നോക്കിയ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്നതാ? അതിന് എന്തൊക്കെയുണ്ട്? ഒരു സിഗ്മ ബോണ്ട് ഉണ്ട്, 2 പൈ ബോണ്ടും ആണുള്ളത്. അപ്പൊ നമ്മുടെ കാർബൺ മോണോക്സൈഡിൽ ഒരു സിഗ്മയും 2 പൈ ബോണ്ടും. ആരൊക്കെ തമ്മിൽ? കാർബണും ഓക്സിജനും തമ്മിൽ എന്തുണ്ട്? ഒരു സിഗ്മയും പിന്നെ അതേപോലെ തന്നെ ഒരു 2 പൈ ബോണ്ടും ഉണ്ട്. മാത്രമല്ല ഇതിനകത്ത് എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. അപ്പൊ കാർബൺ മോണോക്സൈഡിൽ എന്തുണ്ട്? നമ്മുടെ ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ ഉള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യും? അതിനെ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് കഴിയും. കുറെ കൂടുതലല്ലേ? കുറെ എണ്ണം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതിയെ. കാർബൺ മോണോക്സൈഡ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആ മൂന്നാമത്തെ പ്രിപ്പറേഷൻ ആണ് ഓർത്തിരിക്കുന്നത്. ഇനി ഈ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേ. എന്താണ് ഇത്? നമ്മൾ കേട്ടിട്ടുള്ള 10ാം ക്ലാസ്സിലേക്ക് കേട്ടിട്ടുള്ള നമ്മുടെ കാർബൺ മോണോക്സൈഡ് ഇല്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞത് ടോക്സിക് ആണ് അല്ലെങ്കിൽ ഹൈലി പോയിസണസ് ആണ് അല്ലെ, വിഷമാണ്, ഹൈലി പോയിസണസ് ആണ്.
ഇത് നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഏതാ നമ്മൾ ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞ സാധനം ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ആ കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനും കൂടെ അങ്ങ് മിക്സ് ആവും. കണ്ടോ, ഇറ്റ് ഫോംസ് എ ഹൈലി സ്റ്റേബിൾ കോംപ്ലക്സ്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാവും, അതാണ് ഹീമോഗ്ലോബിൻ ആയിട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഓർക്കുക, ഈ പോയിസണസ് ആയിട്ടുള്ള സാധനം കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഹീമോഗ്ലോബിനിൽ കയറി കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിലുള്ള ഹീമോഗ്ലോബിനിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു കോംപ്ലക്സ് ഉണ്ടാവും. ആ കോംപ്ലക്സിന്റെ പേരാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടായുള്ള പ്രശ്നം എന്താ, ഇറ്റ് പ്രിവെന്റ്സ് ഹീമോഗ്ലോബിൻ ഇൻ RBC ഫ്രം ക്യാരിങ് ഓക്സിജൻ ടു ബോഡി. നമ്മുടെ എല്ലാ ബോഡിയിലേക്കും, നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും ഓക്സിജൻ എത്തത്തില്ല. ഓക്സിജൻ എത്തിയില്ലെങ്കിൽ പ്രശ്നമല്ല, നമുക്കെല്ലാം ശ്വസിക്കാനായിട്ട് ഓക്സിജൻ വേണം അല്ലെ. അപ്പൊ ഓക്സിജൻ എത്തിയില്ലെങ്കിൽ പ്രശ്നം. ഓർക്കുക, നമ്മുടെ കാർബൺ മോണോക്സൈഡ് ഹൈലി പോയിസണസ് ആണ്. ഇത് ആരുമായിട്ട് റിയാക്ട് ചെയ്യും, ഹീമോഗ്ലോബിനുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് ഭയങ്കര ടെൻഡൻസിയാണ്. അപ്പൊ ഇവരങ്ങോട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാവും. കാർബോക്സി ഹീമോഗ്ലോബിൻ അവരെന്ത് ചെയ്യും, ഇത് തമ്മിൽ മിക്സ് ആവും. ഇവർ കാരണം എന്ത് ചെയ്യും, RBC ഓക്സിജൻ ഒന്നും എത്തിക്കോ ഇല്ല, ബോഡിയിലേക്കൊന്നും ഓക്സിജൻ എത്തിക്കത്തില്ല. ഓർക്കുക, ഇതിന്റെ എന്തൊക്കെ കാരണമാക്കും, തലവേദന. ഒന്നാമതേ തന്നെ എല്ലാവർക്കും തലവേദന. ഈ കാർബൺ മോണോക്സൈഡ് കൊണ്ട് അടിച്ചു വെക്കുമ്പോഴേക്കും എന്ത് ചെയ്യും, ഹെഡേക്ക് കൂടുതലാവും. അതുപോലെ കണ്ണിന് പ്രശ്നം ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ ചില കേസുകളിലൊക്കെ എന്ത് ചെയ്യും, കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡെത്ത് വരെ സംഭവിക്കും. അപ്പൊ ഓർക്കുക, നമ്മുടെ കാർബൺ മോണോക്സൈഡ് കഴിഞ്ഞു. പ്രിപ്പറേഷൻ ആണ് ഇമ്പോർട്ടന്റ്, തേർഡ് പ്രിപ്പറേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ബാക്കി പ്രോപ്പർട്ടി ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, സ്ട്രക്ചർ ഓർത്തിരിക്കുക. വേണമെങ്കിൽ ഇത് വേണേ ഓർത്ത് വെച്ചോ. കാർബൺ മോണോക്സൈഡ് ഈസ് ഹൈലി പോയിസണസ് ഇൻ നേച്ചർ ബിക്കോസ് ഇറ്റ് ഫോം എ ഹൈലി സ്റ്റേബിൾ കോംപ്ലക്സ് കോൾഡ് കാർബോക്സി ഹീമോഗ്ലോബിൻ. മനസ്സിലായല്ലോ, ഹീമോഗ്ലോബിനുമായിട്ട് എന്ത് ചെയ്യും, ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഇത്രയും മാത്രം ഓർത്താൽ. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ്. ലാസ്റ്റ് ടോപ്പിക് ഏതാ, സിലിക്കോൺസ്. അതിനെയും കൂടെ എന്താണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് സിലിക്കോൺസ് എന്ന് പറഞ്ഞാൽ. സിലിക്കോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനോ സിലിക്കൺ. ഗ്രൂപ്പ് അപ്പൊ ഒരാളല്ല, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ്. സിലിക്കന്റെ പോളിമേഴ്സ് ആണ്. എന്താണ് സിലിക്കന്റെ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ? പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ, ഒരെണ്ണം ആണോ? അല്ലെങ്കിൽ നമുക്കറിയാം വര ഇട്ട്, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വര ഇട്ട് ഇങ്ങനെ എന്ത് ചെയ്തോ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതാണ് ഓർത്ത് വെക്കുക, ഇറ്റ് ഇസ് എ ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, എക്സ്പ്ലെയിൻ സിലിക്കോൺസ് ചോദിക്കാറുള്ള. സാധാരണ ഈ ബ്ലോക്കിൽ നിന്ന് ചോദിക്കുന്ന സിലിക്കോൺ എക്സ്പ്ലെയിൻ ചെയ്യാനെന്നും പറഞ്ഞ് 2 or 3 മാർക്കിൽ ചോദിക്കുന്ന, വേറെ ഒന്നും ചോദിക്കത്തില്ല. സിലിക്കോൺ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിഫൈൻ സിലിക്കോൺസ്, അങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ. ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ്. ഗ്രൂപ്പ് ഓഫ് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് ആണ് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ്. അതിന്റെ നോക്കിയ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഏതാ, R2SiO. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. ഏതാണ് റിപ്പീറ്റിംഗ് യൂണിറ്റ്? R2SiO. ഈ വര കൊടുത്തിരിക്കുന്നത് എന്നാത്തിനാ? ഈ വര എന്ന് പറഞ്ഞാൽ പോളിമേഴ്സ് ആയതുകൊണ്ടാണ് ഈ വര കൊടുത്തിരിക്കുന്നത്. ഈ R2 എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പുകൾ. ആൽക്കൈൽ എന്ന് പറഞ്ഞാൽ CH3 അല്ലെങ്കിൽ എന്നതാ C2H6 ഇങ്ങനത്തെ കാർബൺ ഹൈഡ്രജൻ ഉള്ള ഗ്രൂപ്പ്സ് ആണ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ആണോ? അപ്പൊ R എന്ന് പറയുന്നത് R ഈസ് നത്തിങ് ബട്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ആൽക്കൈൽ ഗ്രൂപ്പ്സ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ എന്താ CH3 അങ്ങനത്തെ ഐറ്റംസ്. ഈ കാർബൺ ഹൈഡ്രജൻ ഉള്ളതിനെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. സിലിക്കോൺസ് എന്ന് പറഞ്ഞാൽ ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് ആണ്. ഇതിൽ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഏതാ? R2SiO. 2 CH3 യൂണിറ്റും ബാക്കി Siയും ഒരു ഓക്സിജനും. മനസ്സിലായല്ലോ. അപ്പം സിലിക്കോൺസ് എന്നാന്ന് മനസ്സിലായി. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് വിച്ച് ഹാസ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഏതാ? R2SiO. ഇനി നോക്കി ഇതിന്റെ മാനുഫാക്ചർ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് നോക്കിയേ. മാനുഫാക്ചർ ചെയ്യാൻ നമ്മൾ ആദ്യം എടുക്കുന്ന സാധനമാണ് മീഥൈൽ ക്ലോറൈഡ്. മീഥൈൽ എന്ന് പറഞ്ഞാൽ CH3, ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ. അപ്പൊ CH3Cl കണ്ടോ. മീഥൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ മീഥൈൽ എന്ന് പറഞ്ഞാൽ CH3, ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ Cl. മീഥൈൽ ക്ലോറൈഡ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? SI ആയിട്ട്. SI എന്ന് പറഞ്ഞാൽ ആരാ? സിലിക്കോണുമായിട്ട് റിയാക്ട് ചെയ്യും. മനസ്സിലായല്ലോ. അപ്പൊ മീഥൈൽ ക്ലോറൈഡ് റിയാക്ട് വിത്ത് സിലിക്കോണുമായിട്ട് റിയാക്ട് ചെയ്യും. ഇൻ പ്രസൻസ് ഓഫ് ഏതാ? ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ ആസ് കാറ്റലിസ്റ്റ്. അപ്പൊ ഏതാ? ഇൻ പ്രസൻസ് ഓഫ് കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യും. കോപ്പറിന്റെ പ്രസൻസിൽ കണ്ടോ. അവിടെ ഇതാ റിയാക്ഷൻ കൊടുത്തിരിക്കുന്ന നോക്കിയ താഴെ. താഴെയുള്ള റിയാക്ഷൻ മീഥൈൽ ക്ലോറൈഡ് സിലിക്കണുമായിട്ട് കണ്ടോ. മീഥൈൽ ക്ലോറൈഡ് റിയാക്ട് വിത്ത് സിലിക്കൺ ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ. കോപ്പറിന്റെ പ്രസൻസിൽ ഏത് ടെമ്പറേച്ചറിലാ? 573 Kelvin ഉണ്ടോ. മീഥൈൽ ക്ലോറൈഡ് റിയാക്ട് വിത്ത് സിലിക്കൺ ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ. കാറ്റലിസ്റ്റ് ഏതാ? കോപ്പറാസ് കാറ്റലിസ്റ്റ് അറിയാലോ. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂട്ടാനായിട്ട് 573 Kelvin ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഡൈമീഥൈൽ ഡൈക്ലോറോസിലേൻ. ഡൈമീഥൈൽ എന്ന് പറഞ്ഞാൽ ഏതാ? 2 വട്ടം മീഥൈൽ. മീഥൈൽ എന്ന് പറഞ്ഞാൽ CH3, അത് 2 വട്ടം എന്ന് പറഞ്ഞാൽ ഏതാ? CH3 ട്വൈസ്. ഡൈക്ലോറോ എന്ന് പറഞ്ഞാൽ ഏതാ? 2 ക്ലോറിൻ. പിന്നെ സിലൈൻ എന്ന് പറഞ്ഞാൽ സിലിക്കൺ. അപ്പൊ ഇതാണ് സംഭവം. ഡൈമീഥൈൽ ഡൈക്ലോറോസിലേൻ കണ്ടോ. ഡൈമീഥൈൽ ഡൈക്ലോറോസിലേൻ കണ്ടോ. അതാണ് സംഭവം. CH3SiCl2. ഇവിടെ Cl2Si രണ്ടും സെയിം തന്നെ. അപ്പം ഓർക്കുക, ആദ്യമേ നമ്മുടെ ക്ലോറോമീഥൈൻ എടുക്കും അല്ലെങ്കിൽ മീഥൈൽ ക്ലോറൈഡ് എടുക്കും. അത് സിലിക്കണുമായിട്ട് റിയാക്ട് ചെയ്യും. ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ ആയിട്ട് 573 Kelvin ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
എന്ത് കിട്ടും? ഡൈമീഥൈൽ ഡൈക്ലോറോ സിലൈൻ കിട്ടും. അതിനെ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇസ് ഫോംഡ്. ഓക്കെ, ഞാൻ ഹൈഡ്രോളിസിസ് ഓഫ് സിലോൺ. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്താൽ, H2O ആഡ് ചെയ്താൽ എന്ത് കിട്ടി? ഈ Cl2 മാറി അവിടെ ആരാവും? OH കയറിയിരിക്കും. എന്ത് വരും? CH3 ട്വൈസ് SI എന്നായിരുന്നു. SI Cl2 സ്ഥാനത്ത് എന്തായി? OH ട്വൈസ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഇപ്പൊ സിലൈൻ മാറി എന്തായിട്ട് മാറി? CH3 ട്വൈസ് SI Cl2 സ്ഥാനത്ത് എന്തായി? OH ട്വൈസ്. മനസ്സിലായല്ലോ? ഹൈഡ്രോളിസിസ് ഓഫ് സിലൈൻ. സിലൈൻ എന്ത് ചെയ്തു? നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്തു. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വെള്ളം ആഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ഇത് കിട്ടി, CH3 SI OH ട്വൈസ്. ഇനി എന്ത് ചെയ്യുക? അപ്പോൺ കണ്ടൻസേഷൻ ചെയ്യാൻ പോകുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് പോളിമേഴ്സ് കിട്ടും. കണ്ടോ? അപ്പൊ ഈ കണ്ടൻസേഷൻ ചെയ്യാൻ പോകുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. നമ്മുടെ SI ഉണ്ട്, SI നെ ഞാൻ നടുക്ക് എഴുതി. കണ്ടോ? ഇനി എത്ര CH3? 2 എണ്ണം. അപ്പൊ CH3 കണ്ടോ SI ഉണ്ട്, ഇതല്ല സംഭവം. അതിന്റെ അകത്ത് CH3 മേളിൽ 2 എണ്ണം, CH3 2 എണ്ണം കൊടുത്തിരിക്കുന്നു. CH3 2 എണ്ണം, പിന്നെ OH ട്വൈസ്. അതിൽ OU ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോളിമേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ O ഉണ്ട്, കണ്ടോ? ഈ വര വെളിയിലാണ്, ഈ വര വെളിയിലാണ്. അപ്പം ഓർക്കാസ് SI CH3 മേളിലോട്ട് 2 എണ്ണം O. കണ്ടോ? ഇതാണ് പോളിമേഴ്സ് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് കാണിച്ചത്? N കാണിച്ചത്. ഇത് നോക്കിയാൽ ഇതിനെ പോളിമറൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പോളിമറൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ സാധനം തന്നെ ആ എന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് ഇട്ട് N CH3 ട്വൈസ് SI OH ട്വൈസ്. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ എന്ത് ഏതിന്റെയാ? നമ്മുടെ സിലിക്കോണിന്റെ പ്രിപ്പറേഷൻ കൊടുത്തിരിക്കുന്ന സിലിക്കോണിന്റെ പ്രിപ്പറേഷൻ. മനസ്സിലായല്ലോ? ആദ്യമേ നമ്മുടെ മീഥൈൽ ക്ലോറൈഡ് എടുക്കും സിലിക്കണുമായിട്ട് ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ അറ്റ് 573 കെൽവിൻ. ഡൈമീഥൈൽ ഡൈക്ലോറോ സിലൈൻ കിട്ടും. അതിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. പിന്നെ എന്താ? കണ്ടൻസേഷൻ ചെയ്തു. കണ്ടൻസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രേറ്റ് ചെയിൻ പോളിമേഴ്സ് കിട്ടും. മനസ്സിലായല്ലോ? ഇത്രയാണ് ഇതിന്റെ നമ്മുടെ സിലിക്കോണിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന് വേണമെങ്കിൽ പ്രോപ്പർട്ടീസ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. കാരണം ഞാൻ സിലിക്കോണിന് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇതിനെന്താണ്? ഹൈ തെർമൽ സ്റ്റെബിലിറ്റി ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. എന്താണ്? ഹൈ തെർമൽ സ്റ്റെബിലിറ്റി. പിന്നെ എന്തൊക്കെയാ? ഹൈ തെർമൽ സ്റ്റെബിലിറ്റി, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഹൈ ആണ്. ഓർക്കുക, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഹൈ തെർമൽ സ്റ്റെബിലിറ്റി, പിന്നെ എന്താ? ഹൈ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. പിന്നെ ഇത് യൂസ്ഡ് ആസ് ഗ്രീസ്. ഇതെന്തൊക്കെയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ഗ്രീസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രീസ് അറിയാലോ, ഗ്രീസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്. ഗ്രീസ് പിന്നെ എന്താ? ഇൻസുലേറ്റേഴ്സ് ആണ്, ഇലക്ട്രിക് ഇൻസുലേറ്റർ. കേട്ടോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്. ഇതിന്റെ കാര്യത്തിൽ നമ്മുടെ സിലിക്കന്റെ കാര്യത്തിൽ ഇതൊക്കെയാണ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത്. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഈ വീഡിയോ എന്ത് ചെയ്യണം? തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടോ. ആ ഇത് കഴിയുമ്പോഴേക്കും തന്നെ എന്ത് ചെയ്യും? നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യും? വൃത്തിയായിട്ട് എന്ത് ചെയ്യും? പഠിച്ചിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? വേറെയും കുറെ ചാപ്റ്റേഴ്സ് ഇതുപോലെ ചെയ്യാനായിട്ടുണ്ട്. കേട്ടോ? വേറെയും കുറെ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം? ഇതുപോലെ ചെയ്യാനായിട്ടുണ്ട്. നോക്കിയ മക്കളെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ മനസ്സിലായി. പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പറഞ്ഞ തിയറീസ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല. എല്ലാ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചത് തന്നെയാണ്. അതായത് തിയറി അല്ലേ, തിയറിയിൽ നിന്ന് ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്നും ചോദിക്കാനായിട്ടില്ല. സോ നന്നായിട്ട് പഠിക്കുക. ഇനിയും കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അതിന് ഉള്ളിൽ തന്നെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും? എല്ലാ ചാപ്റ്ററും ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ അതുവരേക്കും നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യാതെ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. പഠിക്കാനായിട്ട് തുടങ്ങാന്നല്ല, പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് നോക്കുക. ഒന്നും അറിയാത്തവരാണെങ്കിൽ പോലും എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒരു വട്ടം കണ്ടാൽ മതി, മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.